ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 54. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനം ലിറ്റർജിയെക്കുറിച്ചുള്ള 1066 ഖണ്ഡം മുതലുള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് 1075-ലാണ്. ആമുഖ പഠനങ്ങൾ ഇതോടെ തീരുകയാണ്. ലിറ്റർജിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ സംഗതികളെ കുറിച്ച് അടുത്ത ക്ലാസ് മുതൽ നാം കൗദാശിക പദ്ധതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ലിറ്റർജിയും ലിറ്റർജിക്കൽ മതബോധനവും അതാണ് നമ്മൾ ഈ ആമുഖത്തില് ഇത്രയും, അതായത് 11 ഖണ്ഡങ്ങളാണ് നമ്മൾ 54 ക്ലാസ് ആയിട്ട് പഠിച്ചത്. അപ്പോ ആ ലിറ്റർജിക്കൽ മതബോധനം ഇതേക്കുറിച്ചുള്ള ആമുഖ പഠനങ്ങൾ ഇന്നത്തോടെ തീരുകയാണ്. ഇതിന്റെ ഈ 1075 ഞാൻ വായിക്കാം. വായിച്ചിട്ട് നമുക്കതിന്റെ ചെറിയൊരു വ്യാഖ്യാനം തരാം. The liturgical catechesis aim to initiate people into the mystery of Christ. It is mystagogy. By proceeding from the visible to the invisible, from the sign to the thing signified, from the sacraments to the mysteries. Such catechesis is to be presented by local and regional catechisms. This catechism, which aims to serve the whole church in all the diversity of her rites and cultures, will present what is fundamental and common to the whole church in the liturgy as mystery and as celebration, section 1, and then the 7 sacraments and the sacramentals, section 2. ഇത് രണ്ടാമത്തെ ഭാഗം. അതായത് ഇത്തരം മതബോധനം ഏതു തരം മിസ്റ്റഗോജിക്കൽ മതബോധനം, പ്രാദേശികവും ഓരോ ദേശരാഷ്ട്രത്തിനും പശ്ചാത്തലത്തിൽ തയ്യാറാക്കപ്പെടുന്ന മതബോധന പുസ്തകങ്ങളിലൂടെ അവതരിപ്പിക്കണം. അതൊക്കെ അതായത് മെത്രാൻ സിനഡിന്റെയോ മെത്രാൻ കോൺഫറൻസിന്റെയൊക്കെ ഏരിയയാണ്, അവരാണ് ചെയ്യേണ്ടത്. ഈ മതബോധന പുസ്തകം, കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകം, സഭയെ മുഴുവനും അവളുടെ റീത്തുകളുടെയും സംസ്കൃതികളുടെയും വൈവിധ്യത്തില്, അത് സാക്രോസാന്തം കൊഞ്ചിയിലെയും 3-4 പാരഗ്രാഫുകളാണ്, ശുശ്രൂഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രഹസ്യം എന്ന നിലയിലും ആഘോഷം എന്ന നിലയിലും അടിസ്ഥാനപരമായിട്ടുള്ളതും സമസ്ത സഭയ്ക്കും പൊതുവായിട്ടുള്ളതുമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. സെക്ഷൻ 1 ഇനി വരാനുള്ളത്. പിന്നെ 7 കൂദാശകളും കൂദാശ കൽപ്പങ്ങള്, കൂദാശ അനുകരണങ്ങളും അവതരിപ്പിക്കുന്നു. സെക്ഷൻ 2. അപ്പൊ ഇതിന്റെ ഈ പാരഗ്രാഫ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ മതബോധന പുസ്തകം, ഈ കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറയുന്ന ഈ മതബോധന പുസ്തകം എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഇത് നൽകുന്നത് ഈ സഭയെ മുഴുവനും അവളുടെ റീത്തുകളുടെയും സംസ്കൃതിയും വൈവിധ്യത്തില് ശുശ്രൂഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രഹസ്യം എന്ന നിലയിലും ആഘോഷം എന്ന നിലയിലും അടിസ്ഥാനപരമായിട്ടുള്ളതും സമസ്ത സഭയ്ക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ 1075 കണ്ടല്ലോ. ഇനി സെക്ഷൻ 1ലേക്ക് പോകുകയാണ്. ആ സെക്ഷൻ 1 മുതൽ കാണുന്നത് ഈ രഹസ്യം എന്ന നിലയിലും ആഘോഷം എന്ന നിലയിലും അടിസ്ഥാനപരമായി സമസ്ത സഭയ്ക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സെക്ഷൻ 2 7 കൂദാശകളും കൂദാശ കൽപ്പങ്ങളും കൂദാശ അനുകരണങ്ങളും അവതരിപ്പിക്കും. അത് ഈ പുസ്തകത്തെ കുറിച്ചുള്ളതാണ്. ഓരോ സഭയ്ക്കും ഓരോ റീത്തിനും ഇത് ഈ മതബോധനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശികമായ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള, ദേശരാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള മതബോധന പുസ്തകങ്ങൾ വേണം. സീറമാൽ സഭയ്ക്ക് അങ്ങനെ ഇതിന്റെ വെളിച്ചത്തിൽ മതബോധനം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുറെ വർഷം 98 പോന്നതാണ് അവിടെ നാട്ടിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മതബോധനങ്ങൾ ഉണ്ടാകണം. അത് മാത്രമല്ല ഓരോ ദേശരാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുക്കണം. അതിനകത്ത് ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി പറയുന്നത് വചനപ്രഘോഷണമാണ്. വചനമല്ലാതെ കുറെ തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. നമ്മുടെ മതബോധനത്തിൽ അത് കൊണ്ടുവരണം. നമ്മളെല്ലാ മതേതരത്വമൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ കുട്ടികള് കൊഴിഞ്ഞു പോകുന്നതിനും മറ്റു മതസ്ഥരെ കല്യാണം കഴിച്ചു പോകുന്നതിനും സത്യവിശ്വാസം ഉപേക്ഷിക്കുന്നതിനൊക്കെ നമ്മുടെ മതബോധനവും മതബോധനത്തിന്റെ കുറവ് അവിടെയുണ്ട്. കാറ്റഗിസം ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയുടെ കുറവ്, അത് പ്രശ്നമാണ്. അത് പരിഹരിക്കണം. ഇപ്പൊ നാം ശ്രമിച്ചാൽ ഒരു 5 കൊല്ലം കഴിയുമെങ്കിൽ പരിഹരിക്കാലോ. ഒന്നും പരിഹരിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പ്രശ്നങ്ങൾ കണ്ട്, പ്രതിസന്ധികൾ കണ്ട് അതിന് പരിഹരിക്കേണ്ടതുണ്ട്. അതിന് ഓരോ സഭയുടെയും ഓരോ പ്രദേശത്തിന്റെയും ഓരോ ദേശരാഷ്ട്രത്തിന്റെയും മതബോധന ഗ്രന്ഥങ്ങൾ അത് സൂക്ഷിക്കണം, അത് നടത്തണമെന്നാണ്, അവതരിപ്പിക്കണമെന്നാണ് സഭ പറയുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഫസ്റ്റ് സെന്റൻസ്, ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക്, അതാണ് ദിവ്യരഹസ്യ മതബോധനം. ആളുകളെ പ്രവേശിപ്പിക്കുക എന്നതാണ് ലിറ്റർജിക്കൽ മതബോധനത്തിന്റെ ലക്ഷ്യം. കാണാവുന്നതിൽ നിന്ന് കാണപ്പെടാത്തതിലേക്ക്, അടയാളത്തിൽ നിന്ന് അത് അടയാളപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിലേക്ക്, കൂദാശികളിൽ നിന്ന് രഹസ്യങ്ങളിലേക്ക് പുറപ്പെട്ടുകൊണ്ടാണ് ഇത് നിവൃത്തിയാകുന്നത്. ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതാണ് ഈ ദിവ്യ രഹസ്യ പ്രബോധനം എന്ന് പറഞ്ഞത്.
മിസ്റ്റഗോഗി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിസ്റ്റഗോഗി എന്നാണ് ഗ്രീക്കില്. എന്താണ് ഈ മിസ്റ്റഗോഗി അല്ലെങ്കിൽ മിസ്റ്റഗോഗി എന്ന് പറഞ്ഞാല് രഹസ്യങ്ങളിലൂടെ നയിക്കുക എന്നാണ് അതിന്റെ ആക്ഷരികാർത്ഥം. ഗ്രീക്കില് മിസ്റ്റഗോഗി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളിലൂടെ നയിക്കുക. ക്രിസ്തുധർമ്മത്തിലേക്കുള്ള പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് നൽകപ്പെടുന്ന മതബോധനത്തിന്റെയും വിശ്വാസ പരിശീലനത്തിന്റെയും പരകോടി അല്ലെങ്കിൽ അന്തിമ ഘട്ടത്തെയാണ് ഈ ദിവ്യരഹസ്യ പ്രബോധനം എന്ന് പറയാം. ദിവ്യരഹസ്യ പ്രബോധനം മിസ്റ്റഗോജി അല്ലെങ്കിൽ മിസ്റ്റഗോഗി എന്ന് പറയും. രഹസ്യങ്ങളിലൂടെ നയിക്കണമെന്നാണ്. രഹസ്യങ്ങളിലൂടെ നയിക്കുക, അതാണ് മതബോധനം. രഹസ്യങ്ങളിലൂടെ നയിക്കുന്നതാണ് മതബോധനം. ഇതൊരു 100 വട്ടം നമ്മൾ നമ്മളോട് തന്നെ പറയണം. നമ്മുടെ കാറ്റഗറിസം ക്ലാസ്സിലൊക്കെ നടക്കേണ്ടത് രഹസ്യങ്ങളിലൂടെ നയിക്കുകയാണ്. ഈ ക്രിസ്തുവിന്റെ കൃപ, ഇന്ന് രക്ഷിക്കുന്ന കൃപ ഇന്ന് മനുഷ്യരിലേക്ക് ഒഴുകുന്നത് കൂദാശകളിലൂടെയാണ്. കാരണം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നെന്നാണ് ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പൊ ക്രിസ്തു ഒരു കൂദാശയാണ്, അടയാളമാണ്, കാണപ്പെടുന്നു. കാണപ്പെടാത്ത പിതാവിനെ ഇല്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നില്ലേ കർത്താവ്? അപ്പോ ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇന്ന് ഈ വചനം എങ്ങനെ ശരിയാവുക? ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഉവ്, കൂദാശകളിൽ മാത്രം അല്ലേ? ഇന്ന് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്ന വചനം ഇന്ന് എങ്ങനെയാണ് സത്യമാകുക? ഇന്ന് ക്രിസ്തുവിനെ എങ്ങനെ കാണാൻ പറ്റുക? കൂദാശകളിലൂടെ മാത്രമേ പറ്റൂ. ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പെന്തക്കോസ്തകാരും യഹോവ സാക്ഷികളും സഭയിൽ നിന്ന് വിട്ടുപോയുള്ള ആളുകളൊക്കെ കൂദാശകളെ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിഞ്ഞുകൂടാ കർത്താവ് തന്നെ കൂദാശയാണ്. ഈശോ കൂദാശയാണ്, പിതാവിന്റെ കൂദാശയാണ്. ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇന്ന് ഈശോയെ എങ്ങനെ കാണുക? കൂദാശകളിലൂടെ അല്ലാതെ ഈശോയെ കാണാൻ പറ്റുമോ? അപ്പൊ കൂദാശ എന്താണ്? വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷം. ഈശോയുടെ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂദാശ. ആ കൂദാശകളിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുക. ഈശോയുടെ വചനങ്ങൾക്ക് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂദാശയെങ്കിൽ ആ കൂദാശയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് കടക്കുക. അത് ഒരു ദിവസം 1 മിനിറ്റ് മാത്രം സംഭവിക്കേണ്ടതല്ല, അനുനിമിഷം അനുദിനം സംഭവിക്കണം. അങ്ങനെ ഈ വിശ്വാസത്തിലും കൂദാശയിലും രഹസ്യത്തിലും വളർന്നുകൊണ്ടിരിക്കണം. ഇത് മെത്രാന്മാരുടെ മുഖ്യ ചുമതലയാണ്. അതുകൊണ്ടാണ് പട്ടം കൊടുക്കുന്ന കർമ്മത്തില് എത്ര നേരാണ് ബൈബിള് ഈ തോളിൽ വെച്ചിട്ട് മെത്രാന്റെ തോളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർവ്വകാലങ്ങളിൽ മെത്രാന്മാര് അവരുടെ പ്രസംഗങ്ങള് ഇത്തരത്തിലുള്ള മിസ്റ്റഗോജിക്കൽ പള്ളിപ്രസംഗങ്ങളായിരുന്നു. യെറൂസലേം സിറില് എന്ന് പറഞ്ഞ വിശുദ്ധന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ പരമ്പര അറിയപ്പെടുന്നത് മിസ്റ്റഗോജിക്കൽ ഹോമിലീസ് എന്നാണ്. ദിവ്യരഹസ്യ പ്രബോധനം അല്ലെ പള്ളിപ്രസംഗങ്ങൾ, ദിവ്യരഹസ്യ പള്ളിപ്രസംഗങ്ങൾ മിസ്റ്റഗോജിക്കൽ ഹോമിലീസ് ആണ്. വിശുദ്ധ അംബ്രോസ്, മിലാൻ വിശുദ്ധ അംബ്രോസ് രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രബോധന പരമ്പരയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിന്റെ ദൈവശാസ്ത്രം എത്ര വർഷങ്ങളാണ്, എത്ര വോള്യൂംസ് ആണ് എഴുതിയിരിക്കുന്നത്. ബെനഡിക്ട് മാർപ്പാപ്പ ഓരോ അപ്പസ്തോലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രബോധന പരമ്പരയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൗലോസിനെ കുറിച്ച്, അപ്പസ്തോലന്മാരെ 12 പേരെ കുറിച്ച്, പിന്നെ പൗലോസിനെ കുറിച്ച്, പിന്നെ പഴയ നിമിത്തത്തിൽ പ്രവാചകന്മാരെ കുറിച്ച്, ഇങ്ങനെ പരമ്പരകളാണ്. ഇത് തന്നെയാണ് നമ്മുടെ മെത്രാന്മാരുടെ മുഖ്യ ചുമതല. മാർപ്പാപ്പം മെത്രാന്മാരിൽ മെത്രാനാണ്. മെത്രാന്മാരുടെ ചുമതലയും ഇങ്ങനെയുള്ള ദിവ്യരഹസ്യ പ്രബോധനമാണ്. ഇതൊക്കെ നമ്മുടെ മെത്രാന്മാരിൽ നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഇടയലേഖനങ്ങളൊക്കെ വാസ്തവത്തിൽ ഇത്തരത്തിൽ രഹസ്യത്തിലേക്ക് കൂടി നയിക്കുന്ന കുറച്ച് ഭാഗങ്ങളെങ്കിലും വേണം. അതൊക്കെ വെറും പ്രായോഗികമായ കാര്യങ്ങളല്ലാതെ ഈ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചില വെളിപാടുകളിലേക്ക് നമ്മൾ നയിക്കുന്നതായിരിക്കണം. എങ്കിലത് ഇടയലേഖനത്തിന്റെ കനമുള്ള, അതിന്റെ സത്തുള്ള ഒരു സംഗതിയായിട്ട് മാറും. അപ്പൊ ഈ ദിവ്യരഹസ്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ദിവ്യരഹസ്യ പ്രബോധനം കാണാവുന്നവയിൽ നിന്ന് കാണപ്പെടാത്തവയിലേക്ക്, കാണാവുന്നതിൽ നിന്ന് കാണപ്പെടാത്തതിലേക്ക്. ഉദാഹരണം, കുരിശിലെ മരണം, കർത്താവിന്റെ കുരിശിലെ മരണം, അത് അവർ ചരിത്രത്തിൽ കണ്ടതാണ്, ചരിത്രത്തിൽ കണ്ടു. ശരിക്കും സംഭവിച്ചത് എന്താണ്? സ്വർഗത്തിലെ സിംഹാസനത്തിന് മുമ്പിൽ അറക്കപ്പെട്ട കുഞ്ഞാട് പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു. കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഈശോ, അതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. സ്വർഗത്തിലോ അറക്കപ്പെട്ട കുഞ്ഞാട് 4 ജീവികളുടെയും സിംഹാസനത്തിന്റെ ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നു. 4 ജീവികൾ, പ്രപഞ്ചം. അതിന് പുറകിൽ 24 ശ്രേഷ്ഠന്മാര്. പഴയ നിയമത്തിൽ 12 അല്ല 12, പുതിയ നിയമത്തിൽ 12, 12, 24, അല്ലെങ്കിൽ 24 പുരോഹിതന്മാര്,
പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും പ്രതിദാനം ചെയ്യുന്ന 12 അവരുടെ മുൻപില് അറക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിലേക്ക് നോക്കി നിൽക്കുന്നു. എന്നിട്ട് സിംഹാസനത്തിൽ കയറിയിട്ട് അവിടുന്ന് ബൈബിൾ ചുരുള് കൊണ്ടുവരുന്നു. ഇതൊക്കെ നമ്മൾ കുർബാനയിൽ അനുഷ്ഠിക്കുകയാണ് ഇല്ലേ? സുവിശേഷ പുസ്തകം അൾത്താറിൽ നിന്ന് കൊണ്ടുവരില്ലേ? സിംഹാസനം കൊണ്ടുവരികയല്ലേ? അപ്പോൾ കാണുന്നത് കുരിശിലെ മരണമാണെങ്കിലും കാണപ്പെടാത്തത് സ്വർഗത്തിലെ അറക്കപ്പെട്ട കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നതും അവൻ സിംഹാസനത്തിൽ കയറി അവിടുന്ന് വചനം കൊണ്ടുവരുന്നതും അവിടെ അവൻ മധ്യസ്ഥ വഹിക്കുന്നതുമാണ്. അപ്പൊ കാണപ്പെടാത്തത് അതാണ്, കാണുന്നത് ഇതാണ്. അപ്പൊ ഇത് ഈ കാണുന്നതിൽ നിന്ന് കാണപ്പെടാത്തതിലേക്ക് കടക്കണം. അപ്പോഴാണ് ദിവ്യ രഹസ്യമാകൂ. ഇത് ഈ കുരിശിലെ മരണം ജനാഭിമുഖമാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ വിമതരും വട്ടോളിയും കൂട്ടരൊക്കെ. അവർക്ക് കാണപ്പെടുന്ന കാര്യത്തിൽ നിന്ന് ഈ കാണപ്പെടാത്തതിലേക്ക് കടക്കാൻ അവർക്ക് കഴിയണില്ല. കാരണം അവരൊരു പ്രത്യയശാസ്ത്രത്തിലാണ് നിൽക്കുന്നത്, വിശ്വാസത്തിലല്ല. സൂചനയിൽ നിന്ന് സൂചിതത്വത്തിലേക്ക്, അല്ലെങ്കിൽ അടയാളത്തിൽ നിന്ന് അടയാളം എന്തിനെയാണോ ചിഹ്നപ്പെടുത്തുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്ക്. അതിനൊരു ഉദാഹരണം നോക്കുക. അപ്പവും വീഞ്ഞും അല്ലേ? അത് ഒരു അടയാളമാണ്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അത് സൂചിതമാക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഇത് എന്റെ ശരീരം എന്നാണ് കർത്താവ് അപ്പം എടുത്ത് പറയണേ. ഇത് എന്റെ ശരീരം. ശരീരം എന്ന് പറഞ്ഞാല് ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ? അതാണോ എന്റെ ശരീരം? അല്ല. പിന്നെന്താണ്? എന്റെ ആളത്വം. അപ്പൊ ഇത് ഞാൻ തന്നെയാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് എന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ എന്റെ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണെന്നല്ല അർത്ഥം. മറിച്ച് ഇത് ഞാനാണ്, ഞാൻ തന്നെയാണ്, എന്റെ സ്വത്വമാണ്. ഇത് എന്റെ രക്തം വെച്ചാൽ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ. ഇത് എന്റെ ജീവനാണ്. അപ്പോ ഇത് എന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ്. ഇതെന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഇതെന്റെ പ്രാണനാണ്. അവനെ തന്നെ, അവന്റെ പ്രാണനെ നമുക്ക് നൽകുകയാണ്. അപ്പോ അവന്റെ സ്വത്വത്തിന്റെയും ആളത്വത്തിന്റെയും പ്രാണന്റെയും അതാണ് യാഥാർത്ഥ്യം. അതിന്റെ അടയാളമാണ് അപ്പവും വീഞ്ഞും. അപ്പോ ഇതാണ് ഈ സൂചനയിൽ നിന്ന് ഇല്ലേ, അടയാളത്തിൽ നിന്ന് അടയാളം എന്തിനെയാണോ ചിഹ്നപ്പെടുത്തുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണം. സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കണം. സ്ത്രീയും പുരുഷനും കാണുന്നത് സ്ത്രീയും പുരുഷനുമാണ്, അവരൊന്നാകുകയാണ്. പക്ഷെ കാണപ്പെടാത്ത എന്താണ്? ക്രിസ്തുവും സഭയും തമ്മിലുള്ള കല്യാണം. അപ്പോ ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ ക്രിസ്തുവും അവന്റെ സഭയും തമ്മിലുള്ള കല്യാണമാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത്, കാണപ്പെടാത്തത്. എഫെസസുകാർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം ഞാൻ പറയണേ, അതാണ് കല്യാണത്തിനെന്ന് വായിക്കുന്നത്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നാകുന്നതാണ് നമ്മൾ കല്യാണത്തിൽ കാണുന്നത്. അടയാളം അതാണ്. യാഥാർത്ഥ്യമോ ക്രിസ്തുവും സഭയും തമ്മിലുള്ള കല്യാണത്തിലേക്ക് ഇവർ പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് ആണും തമ്മിൽ പറ്റില്ല, പെണ്ണും തമ്മിൽ പറ്റില്ല. അതൊന്നും ദൈവത്തിന്റെ സൃഷ്ടിക്ക് ചേർന്നതല്ല. ക്രിസ്തുവും തമ്മിലല്ല കല്യാണം, ക്രിസ്തുവും സഭയും തമ്മിലാണ്. അപ്പൊ ദൈവത്തിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഡൈവോഴ്സ് പറ്റാത്തത്. എന്തുകൊണ്ടാണ് വിവാഹമോചനം പറ്റില്ല എന്ന് പറയണേ? ദൈവത്തിന്റെ രഹസ്യത്തിലേക്കാണ് കടക്കുന്നത്. സാധുവായ വിവാഹം മോചിക്കാൻ പറ്റില്ലെന്ന് പറയാം. പല വിവാഹങ്ങളും സാധുവല്ല, പല പല കാരണങ്ങളാൽ. അതുകൊണ്ടാണ് പലപ്പോഴും സഭ അനുവദിക്കുന്നത് ഈ സെപ്പറേഷൻ കൊടുക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ശരിക്കുള്ളൊരു കല്യാണം വിവാഹമോചനത്തെ വേർപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ? ദൈവത്തിന്റെ രഹസ്യത്തിലേക്കാണ്, ക്രിസ്തുവും സഭയും തമ്മിൽ ഉള്ള ബന്ധം വേർപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ രഹസ്യത്തിലേക്ക് പ്രവേശിച്ചവരുടെ ബന്ധവും വേർപ്പെടുത്താൻ കഴിയില്ല. മരണം മൂലം വേർപ്പെടുത്താനേ പറ്റും, അല്ലാതെ വേർപ്പെടുത്താൻ പറ്റില്ല. കൂദാശയിൽ നിന്ന് രഹസ്യത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് മിസ്റ്റർ ഗോജി എന്ന് പറഞ്ഞത്, ദിവ്യരഹസ്യ പ്രബോധനം. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ദേവാലയത്തിൽ തിരശീല, ദേവാലയ വിരി തുറക്കുന്നു അല്ലേ? ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ്. അവരുടെ മക്കള് കഴിഞ്ഞ വർഷമാണ്, ഒരു 1.5 വർഷമായി കാണും, 2 വർഷം ആവണു. ഇരട്ടക്കുട്ടികളായിരുന്നു. പക്ഷെ ഒരു കൊച്ച് ഒരുപാട് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിച്ചത്, ഈ അന്നനാളമൊന്നും ഇല്ലാതെ. അപ്പൊ നിങ്ങൾക്കറിയാം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാടാണ്. അപ്പൊ ഒരു ഡോക്ടറാണ് അവര്. ഈ 2 കുട്ടികളും അവരുടെ ഭർത്താവും അവരുടെ ഈ ഡോക്ടറുടെ അച്ഛനും അമ്മയും അവരെല്ലാവരും കൂടി ഹിന്ദുക്കളാണ്. എല്ലാവരും കൂടി കഴിഞ്ഞ വർഷം എന്നെ കാണാൻ വന്നിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡോക്ടർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഞാൻ ആ ഫോൺ എടുക്കാൻ വിട്ടു, അല്ലെങ്കിൽ ഞാൻ അത് കേൾപ്പിക്കായിരുന്നു. അവർ പറയാണ്, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പള്ളി പോയി. പലപ്പോഴും ഒരു പള്ളി പോകും, ഹിന്ദുക്കളാണെങ്കിലും ഒരു പള്ളി പോകും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരുപാട് ക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർ കൊന്ത ചൊല്ലും, ക്രിസ്തുവിന്റെ രൂപമൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ അങ്ങേയറ്റം സ്നേഹമുണ്ട് ഈശോയോട്. അപ്പൊ ഒരു പള്ളി പോയി അവിടെ നിന്ന് ചെന്നപ്പോ അച്ഛൻ ഈ തിരശ്ശീല മാറ്റി കാണിച്ചു കൊടുത്തു. അപ്പൊ അവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവര് പറയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുന്ന പോലെയായിരുന്നു. മുൻപ് ഞാൻ പലപ്പോഴും കർത്താവിന്റെ ഈ ഇങ്ങനെ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും കർത്താവും സഹിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ, അപ്പൊ എന്റെ സഹനൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രങ്ങ് പറയാറില്ല. ഇത് ഈ തിരശ്ശീല മാറ്റി കണ്ടപ്പോ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ഞാൻ കാണുന്നത്. മരണത്തെ കീഴടക്കിയ കർത്താവിനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരു പ്രതീതിയായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഒരു 3 മിനിറ്റോളം ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ദേവാലയത്തിൽ തിരശ്ശീല മാറിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടായെന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ ഏത് സഹനത്തെയും മരണത്തെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവനെയാണല്ലോ ഞാൻ വിശ്വസിക്കുന്നത് എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ കടന്നു. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ച പ്രതീതിയായിരുന്നു എന്നാണ് ഒരു ഹിന്ദു ഡോക്ടറുടെ സാക്ഷ്യമാണിത്. ഒരു ഹിന്ദു ഡോക്ടറുടെ. അപ്പോ കൂദാശയിൽ നിന്ന് രഹസ്യത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് കുറച്ച് മനസ്സിലാക്കുകയാണ്. കൂദാശയിൽ നിന്ന് രഹസ്യത്തിലേക്ക് കടക്കണം. കാണാവുന്ന കൂദാശയാണ്, കാണപ്പെടാത്ത രഹസ്യത്തിലേക്ക് കടക്കണം. അതാണ് ഈ മിസ്റ്റഗോജി എന്ന് പറയുന്ന ദിവ്യ രഹസ്യ പ്രബോധനത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ എന്തിനാ ഈ വചന പ്രഘോഷണം മനസ്സിലായോ? എന്തിനാണ് വചന ശുശ്രൂഷ മനസ്സിലായോ? ലിറ്റർജിയുടെ 2 ഭാഗങ്ങളിൽ ഒന്ന് വചന ശുശ്രൂഷ, മറ്റൊന്ന് അനാഫറ. ഈ വചന ശുശ്രൂഷ നമ്മൾ ജനാഭിമുഖമായി ചൊല്ലുക, അനാഫറ ദൈവോന്മുഖമായി ചൊല്ലുക. എത്രയോ ഗംഭീരമാണ് ആ സംവിധാനം. അതിനെയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും മുന്നേറ്റക്കാരും അവരോട് കൂറ് കാണിക്കുന്ന മെത്രാന്മാരും കൂടി മൊത്തം ചളാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും ഗംഭീരമായ ഒരു ദൈവശാസ്ത്രത്തെ, ഇത്രയും ഗംഭീരമായ ഒരു രഹസ്യത്തെ ഇങ്ങനെ അവമാനിക്കാനും അധിക്ഷേപിക്കാനുമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാൽ ഈ രഹസ്യത്തെക്കുറിച്ച് ഒരു വചനം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 19-20. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ നമുക്കായി തുറന്നു തന്ന നവീനവും ജീവനുള്ളതുമായ പുതുവഴിയിലൂടെ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആത്മധൈര്യവും ദൈവഭവനത്തിന് മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ വെടിപ്പാക്കപ്പെട്ടും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. യേശു തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ. ഏതാണ് തിരശീല? നെടുകെ പിളർക്കപ്പെട്ടു ദേവാലയത്തിൽ തിരശീല കർത്താവ് മരിച്ചപ്പോൾ. ഏതാണ് പിളർക്കപ്പെട്ട തിരശീല? തന്റെ ദേഹം എന്ന തിരശീല. അതാണ് പിളർക്കപ്പെട്ടത്. ആ തിരശീലയിലൂടെയാണ് നമുക്കായി തുറന്നുന്ന നവീനവും ജീവനുള്ളതുമായി പുതുവഴി. ആരും എന്നെ കൂടാതെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നില്ല. ഈ തുറന്നു കിടക്കുന്ന പാർശ്വം എന്ന് പറയുന്ന ആ ദേവാലയ വിരി തുറക്കപ്പെട്ടിരിക്കുകയാണ്, യേശുവിന്റെ ശരീരം. അപ്പൊ പള്ളിയിൽ നമ്മൾ ദേവാലയ വിരി തുറക്കുമ്പോൾ യേശുവിന്റെ ശരീരം തുറക്കപ്പെടുന്നതിന്റെ പ്രതീകമാണ്. അതിലൂടെയാണ് നാം സിംഹാസനത്തിലേക്ക്, ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് കടക്കുന്നത്. അവിടെ നിന്ന് ഈ തുറക്കപ്പെട്ട വിരിയിലൂടെയാണ് ജീവജലം എന്ന മാമോദിസ വരുന്നത്. ഈ തുറക്കപ്പെട്ട വിരിയിലൂടെയാണ്, യേശുവിന്റെ ശരീരം എന്ന വിരിയിലൂടെയാണ് അവന്റെ ജീവരക്തം എന്ന കുർബാന വരുന്നത്. ദൈവം നമ്മിലേക്ക് വരുന്നത്, പരിശുദ്ധാത്മ നമ്മിലേക്ക് വരുന്നത് യേശുവിന്റെ തുറന്നു കിടക്കുന്ന വിരിയിലൂടെയാണ്, ദേഹം എന്ന വിരിയിലൂടെ. നാം ദൈവത്തെങ്കിലേക്ക് പോകുന്നത് അവന്റെ തുറന്നു കിടക്കുന്ന ശരീരത്തിലൂടെയാണ്. ഇത് നമ്മൾ നാടകീയമായി അവതരിപ്പിക്കുകയാണ്. ഈ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേവാലയ വിരി തുറന്നുകൊണ്ട്. ഇത് വേണ്ട എന്നും പറഞ്ഞ് തൃശ്ശൂരും ഇരിങ്ങാലക്കുടിയും എറണാകുളത്തും അങ്ങനെയുള്ളവരൊക്കെ നടക്കുകയാണ്. അവർക്ക് ബൈബിൾ വല്ലതും മനസ്സിലായിട്ടാണോ? ചങ്ങനാശ്ശേരിയിൽ വിരി ഉപയോഗിക്കുന്നു, ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് എതിരാണ്. കാഞ്ഞിരപ്പള്ളിയിൽ വിരി ഉപയോഗിക്കുന്നു, ഞങ്ങൾ അതിനെതിരാണ്. കോതമംഗലത്ത് വിരി ഉപയോഗിക്കുന്നു, ഞങ്ങൾ അതിനെതിരാണ്. പ്രദേശം കൊണ്ട് ഞങ്ങൾ എതിരാണ്. പാലായിലെ വിരി ഉപയോഗിക്കുന്നു, ഞങ്ങൾ അതിനെതിരാണ്. അല്ലാതെ ദൈവശാസ്ത്രം പറഞ്ഞിട്ടോ അതിന്റെ രഹസ്യങ്ങൾ ആഴമറിഞ്ഞിട്ടോ ആണോ ഇവർ എതിർക്കുന്നത്? അല്ല. പിന്നെ ഒരു മുണ്ടാട ദൈവശാസ്ത്രമുണ്ട്. കീറിപ്പോയി, ദേവാലയ വിരി കീറിപ്പോയത് മീൻ തുന്നിച്ചേർക്കണ്ട. ഏത് വിരിയാണ്, എന്താണ്, വല്ലത് അറിഞ്ഞിട്ടാണോ പറയണേ? വിരി കീറിപ്പോയി എന്നും പറഞ്ഞ്, കട്ടൻ കീറിപ്പോയി എന്നും പറഞ്ഞ് നടക്കുകയാണ് മുണ്ടാടൻ. യേശു തന്റെ ദേഹം എന്ന വിരിയിലൂടെ നമുക്കായി തുറന്നു തന്ന നവീനവും ജീവനുള്ളതുമായ പുതുവഴിയിലൂടെ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആത്മധൈര്യമുണ്ട്. ദൈവഭവനത്തിന് മേൽ ഒരു മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട്
ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ വെടിപ്പാക്കപ്പെട്ട് ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ട് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം ഈ രഹസ്യത്തിലേക്ക്. അങ്ങനെയാണ് കൂദാശയിൽ നിന്ന് രഹസ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ലത്തീൻ സഭയിലും ഈ വിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല പള്ളികളും സക്രാരുടെ മുമ്പിൽ ചെറിയൊരു വിരിയിട്ടുണ്ടാവും ഇല്ലേ? 2 വിരികൾ ഉണ്ടായിരുന്നു ജെറുസലം ദേവാലയത്തിന്. പുതിയ നിയമത്തിൽ ദേവാലയം പണിയുമ്പോഴും ഇതൊക്കെ വേണം. സക്രാരിക്ക് മുമ്പിലുള്ളതും പിന്നെ അതിന് മുമ്പിലുള്ളതും 2 വിരികൾ ദേവാലയത്തിൽ, ജെറുസലം ദേവാലയത്തില്. ദേവാലയം തകർക്കപ്പെട്ടെങ്കിലും ദേവാലയത്തിന് ദൈവശാസ്ത്രം തകർക്കപ്പെട്ടിട്ടില്ല. പുതിയ തരത്തിൽ ദേവാലയം യേശുക്രിസ്തുവായിട്ട് മാറിയിരിക്കുകയാണ്. അവന്റെ ദേഹം ഒരു വിരിയാണ്. അവന്റെ ദൈവത്വം മറച്ചിരിക്കുന്ന വിരിയാണ് അവന്റെ മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം എന്ന വിരിയിൽ മറഞ്ഞിട്ടാണ് അവന്റെ ദൈവത്വം ഇരിക്കുന്നത്. ആ വിരി ഒരു പ്രാവശ്യം ഒന്ന് പൊക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് ഇച്ചിരോളം രൂപാന്തരി ഭാവത്തില്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനും മാത്രമേ കാണിച്ചുള്ളൂ. അവർ ഞെട്ടിപ്പോയി. അവൻ ദൈവമാണെന്നില്ലേ, ആ മനുഷ്യത്വം എന്ന വിരി പതുക്കെ ഒന്ന് മാറ്റിയതാണ് രൂപാന്തരി ഭാവം. പിന്നെ ശരിക്കും മാറ്റിയത് കുരിശിൽ വെച്ചാണ്. അപ്പോൾ അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകി, അവിടെ നിന്ന് കൂദാശകൾ ഒഴുകി. ആ കൂദാശകളിൽ പരിശുദ്ധാത്മാവിലും മാമോദിസയിലും തിരുരക്തത്തിലും വിശുദ്ധ കുർബാനയിലും സഭ ജനിച്ചു. അപ്പോഴാണ് ആ വിരി ശരിക്കും മാറ്റപ്പെട്ടത്. കർത്താവിന്റെ ശരീരമാണ് പിളർക്കപ്പെട്ട വിരി. ഇത് ബൈബിളാണ്. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. സംഭവിച്ചതിനെ കുറിച്ച് കാണപ്പെടുന്നില്ലേ, കണ്ണാലെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതിനെ കുറിച്ച് കാണാത്തത് എന്താണെന്നുള്ളതാണ് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. അതാണ് ഹെബ്രായ ലേഖനത്തിൽ ചെയ്തിരിക്കുന്നത്. കുരിശിൽ കണ്ടത് ദേവാലയ വിരി തുറക്കപ്പെട്ടു എന്നാണ്. പക്ഷെ ഏതാണ് ദേവാലയ വിരി? അത് കണ്ടതല്ല, നമ്മൾ കണ്ടതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി തരികയാണ്. ഇത് രഹസ്യങ്ങളെ കുറിച്ച് മാത്രമല്ലല്ലോ. നമ്മൾ സൂര്യ ഉദിക്കുന്നു, സൂര്യ അസ്തമിക്കുന്നു. സയൻസിൽ പണ്ട് പഠിപ്പിച്ചിരുന്ന സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഇപ്പൊ പഠിപ്പിക്കുവോ? നല്ല സയൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കില്ല. കാരണം എന്താ? സൂര്യ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. എന്നാൽ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അച്ഛൻ എന്ത് വട്ടാ പറയണേ? രണ്ടും ശരിയാണ്. ഭൂമിയിൽ നിൽക്കുന്നവർക്ക് സൂര്യ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓക്സിജൻ കിട്ടുക? ചെടികൾ എങ്ങനെ വളരുക? അപ്പൊ ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുകയും ചെയ്യുന്നുണ്ട്, അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറെ ഉയർന്നു പോയി കഴിഞ്ഞാല് സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. രണ്ട് സത്യ. എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ സത്യം ഇരിക്കണമെന്ന് മാത്രം. സൂര്യ ഉദിച്ചില്ലെങ്കിൽ ചെടികൾ വളരില്ല. നമുക്ക് ഇല്ലേ കാർബൺ ഡയോക്സൈഡും ഓക്സിജനൊന്നും കിട്ടില്ല. അപ്പൊ സൂര്യ ഉദിക്കും ചെയ്യുന്നുണ്ട്, അസ്തമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇല്ലതാനും. അപ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സംഗതികളുണ്ട്. ഇത് പ്രപഞ്ചമായി പറഞ്ഞേ. ഒരു പാരഡോക്സ് ഉണ്ട്. ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. വലിയ സത്യങ്ങളൊക്കെ അങ്ങനെയാ. നമ്മളെല്ലാവർക്കും നോക്കിയാൽ ആകാശം കാണാം ഇല്ലേ? ആകാശം കാണില്ലേ? അന്ന് അവിടെ ഒരു സംഗതി ഉണ്ടോ? അവിടെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഒരു ഇല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അവന്റെ ഒരു മായാ പ്രപഞ്ചം, അല്ല ഒരു മായ കാഴ്ച. എല്ലാവരും കാണുന്നെങ്കിൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് വിചാരിക്കില്ലേ? എല്ലാവരും കണ്ടാലും അവിടെ ഒരു ആകാശം എന്നൊരു സംഗതി ഉണ്ടോ? ഒരു മെറ്റീരിയൽ സംഗതി ഉണ്ടോ? ഇല്ലതാനും. അപ്പൊ കണ്ടതല്ല യാഥാർത്ഥ്യം. കണ്ടത് യാഥാർത്ഥ്യമല്ലെങ്കിൽ കാണാത്തതും യാഥാർത്ഥ്യമാകാം. അപ്പോ കാണുന്നതിൽ നിന്ന് കാണാത്തതിലേക്ക് പ്രവേശിക്കണം. അത് ദൈവരഹസ്യങ്ങളുടെ കാര്യം പറഞ്ഞേ. കൂദാശയിൽ നിന്ന് കൂദാശ രഹസ്യത്തിലേക്ക് കടക്കണം. ആ രഹസ്യത്തിൽ കടക്കുന്നത് നാടകീയമായി അവതരിപ്പിക്കുന്നതാണ് ദേവാലയ വിരി. ദേവാലയ വിരി തുറന്നുകൊണ്ട് മാത്രം രഹസ്യത്തിലേക്ക് ആരും കടക്കില്ല കേട്ടോ. പക്ഷേ ആ പ്രതീകത്തിന് ഒരു അർത്ഥമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് കഴിയുമ്പോൾ അത് രഹസ്യത്തിലേക്ക്, കർത്താവിന്റെ രഹസ്യത്തിൽ കടക്കുന്ന രീതിയായിട്ട് മാറും. അങ്ങനെ മാറട്ടെ. അതിനാൽ ഈ രഹസ്യങ്ങളുടെ ലിറ്റർജിയെക്കുറിച്ചുള്ള ആന്തരിക രഹസ്യങ്ങളിലേക്ക് കടക്കാൻ ഈ പ്രബോധനങ്ങൾ പരമാവധി ആളുകൾക്ക് എത്തിക്കണമെന്ന് ഞാനിത് കേൾക്കുന്നവരോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 117. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 30. ലുത്തിനിയായാലും മറിയത്തിന്റെ വാഴ്ത്തുമൊഴികളിൽ 27. ആത്മജ്ഞാന പൂരിത പാത്രം. അങ്ങനെയാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. ഇംഗ്ലീഷിൽ സ്പിരിച്വൽ വെസൽ എന്നാണ്. സ്പിരിച്വൽ വെസൽ. ലത്തീനില് വാസ് സ്പിരിത്വാലേ. ആത്മീയ പാത്രം, ആധ്യാത്മിക പാത്രം. അതാണ് പറഞ്ഞാൽ ശരിക്കുള്ള തർജ്ജമ. സ്പിരിച്വൽ വെസൽ.
ആധ്യാത്മികമായിട്ട് ഒരു പാത്രം, വെസല്, ഒരു പാത്രമാണ്. ആത്മീയ യാനം, ആത്മീയ പാത്രം. പക്ഷെ അത് മലയാളത്തിലെ പരമ്പരാഗത തർജ്ജമ എന്ന് പറഞ്ഞ് ആത്മജ്ഞാനപൂരിത പാത്രം എന്നാണ്. തെറ്റൊന്നുമില്ല. അത് ഇല്ലേ, ഒരു ഇച്ചിരി അലങ്കാരം ചേർത്തിട്ട് ആത്മജ്ഞാനപൂരിത പാത്രം എന്നാക്കി. മറിയത്തെ ഈ പൗരസ്ത്യ സഭകൾ വിളിക്കുന്നത് തെയത്തോക്കോസ് എന്നാണ്. തെയത്തോക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവവാഹക എന്നാണ്. ഗോഡ് ബെയറർ. ഒരു വെസലാണ് മറിയം, പാത്രമാണ്. ദൈവത്തെ കൊണ്ടുവന്ന പാത്രം, ആത്മീയ പാത്രം. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ വഹിച്ച വാഹകയാണ്, പാത്രമാണ്, യാനമാണ് മറിയം, തെയോത്തോക്കോസ്. അപ്പൊ അതിന്റെ അടുത്തൊരു തെയോത്തോക്കോസ് എന്നൊരു പുതിയ വ്യാഖ്യാനം, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനത്തിന് മറ്റൊരു മാനം, ചക്രവാളം കൊടുത്തിരിക്കുകയാണ്. ആത്മീയ പാത്രമാണ്, ആത്മീയ യാനമാണ്, വെസലാണ് മറിയം. അപ്പോൾ ആത്മാവായ ദൈവത്തെ ശരീരമുള്ള മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന പാത്രമാണ് മറിയമെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ചാർലി കർക്ക് എന്ന് പറഞ്ഞ ഇവാഞ്ചലിക് സഭയിൽപ്പെട്ട ആളാണ്, കത്തോലിക്കനല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, നമ്മുടെ പാസ്റ്റർമാര് നമ്മൾ തിരുത്തി നമുക്കിപ്പോ മറിയത്തെ വേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. അവള് ദൈവത്തിന്റെ പാത്രമായിരുന്നു, വെസല്. ഷീ വാസ് എ വെസൽ ഓഫ് ഗോഡ്, ഷീ വാസ് എ വെസൽ ഫോർ ഗോഡ്. ഈ ചാർലി കർക്കിന്റെ വാക്കുകളാണ്. കത്തോലിക്കനല്ലാത്ത ഒരു മനുഷ്യൻ, പക്ഷെ കത്തോലിക്ക ദൈവശാസ്ത്രം അദ്ദേഹം പറഞ്ഞിരുന്നേ. അദ്ദേഹത്തിന്റെ വാക്കുകൾ മിക്കവാറും എല്ലാം കത്തോലിക്കയുടെ വാക്കുകളായിരുന്നു. അപ്പോൾ ആത്മാവായ ദൈവത്തെ വഹിച്ച പാത്രമാണ്, കൊണ്ടുവന്ന യാനമാണ് മറിയം. അത് വളരെ ഗംഭീരമായ ഒരു വ്യാഖ്യാനമല്ലേ മറിയത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും. ഈ പാശ്ചാത്യ സഭയില് ദൈവവാഹക എന്നതിന് പകരം ദൈവമാതാവ് എന്നാണ് വിളിക്കുന്നത്. മദർ ഓഫ് ഗോഡ്, ദൈവമാതാവ്. നമ്മളെ കുറിച്ച് കണ്ടിട്ടുള്ളതാ. എന്റെ കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്ത് മറിയത്തെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമാതാവ് എന്ന് വിളിക്കൽ യാതൊരു തെറ്റുമില്ല. എന്റെ കർത്താവിന്റെ അമ്മ, 1-ാമത്തെ അധ്യായം, ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൽ മുഴുവൻ കർത്താവ് എന്ന് പറയുന്നത് ദൈവമായ കർത്താവിനെയാണ്. അപ്പൊ കർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ അമ്മ എന്നല്ല, കർത്താവിന്റെ അമ്മ എന്ന് തന്നെയാണ്. നിങ്ങൾ ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എടുത്ത് നോക്കിക്കോളൂ. അവിടെ കർത്താവ് എന്ന് വരുന്നത് മുഴുവൻ ദൈവമായ കർത്താവിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്ത് പറയുമ്പോൾ അത് ഗുരുവിന്റെ അമ്മ എന്നല്ല, കർത്താവിന്റെ അമ്മ എന്ന് തന്നെയാണ്. യാഹ്വേ എന്ന കർത്താവിന്റെ അമ്മ, കീരിയോസ്. അതിനാൽ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് പാശ്ചാത്യ സഭയുടെ ഒരു ടെർമിനോളജിയാണ് ദൈവമാതാവ്. പൗരസ്ത്യ സഭകള് ദൈവവാഹക എന്ന അർത്ഥത്തിൽ തെയോത്തോക്കോസ് എന്ന് പറയുന്നു. അപ്പോൾ ദൈവമാതാവായ കർത്തൃമാതാവായ മറിയം ദൈവവാഹകയാണ്. പാശ്ചാത്യവും പൗരസ്ത്യവും രണ്ട് സഭകളുടെ ദൈവശാസ്ത്രം ഒരുമിച്ച് വെച്ചാൽ ദൈവമാതാവായ കർത്തൃമാതാവായ മറിയം ദൈവവാഹകയാണ്. ആത്മാവായ ദൈവത്തെ ശരീരത്തിൽ ശാരീരികമായിട്ട് കൊണ്ടുവന്നത് മറിയമാണ്. അതിനാൽ മറിയം ആത്മീയ പാത്രമാണ്, ദൈവത്തെ വഹിച്ച ആത്മീയ പാത്രമാണ് മറിയം. വളരെ നല്ല ഒരു വാഴ്ത്തുമൊഴിയാണിത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അവ ഞാൻ എങ്ങനെയാണ് പുത്രന്റെ അപ്പനാണ് ഗർഭം ധരിക്കുക എന്ന് മറിയം ചോദിക്കുന്നുണ്ട് ഗബ്രിയേൽ മാലാഖയോട്. അപ്പൊ മാലാഖ കൊടുത്ത നിർവചനം എന്താണ്? അല്ല, ഒരു വ്യാഖ്യാനം എന്താണ്? വിശദീകരണം എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്ന സ്ത്രീയാണ് മറിയം. അവൾ ആത്മീയ പാത്രമല്ലേ? ആത്മീയ പാത്രമല്ലാതെ മറ്റെന്താണ്? അവൾ ശരീരം തന്നെ ആത്മീയ പാത്രമായിട്ട് മാറി, ദൈവവാഹകയായിട്ട് മാറി, അവള് തന്നെ ദൈവവാഹകയായിട്ട് മാറി. ഗംഭീരമായ രൂപാന്തരമാണ് മറിയത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവമാതാവായി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. തെയോത്തോക്കോസ് എന്ന് പറഞ്ഞാലും ഗംഭീരമായ ഒരു വാക്കാണ്, ദൈവശാസ്ത്ര വാക്കാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതായത് മേഘത്തിനുള്ളിൽ, സമാഗമ കൂടാരം മേഘത്തിനുള്ളിൽ ആയിരുന്നതുപോലെ പരിശുദ്ധാത്മാവിനുള്ളിലായിരിക്കും മറിയം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കടന്ന് പുത്രൻ തമ്പുരാനെ അവളുടെ ഗർഭത്തിൽ ഉരുവാക്കുകയും ചെയ്യും. ഈ സംഭവത്തെ ആത്മീയ പാത്രം എന്നല്ലാതെ മറ്റേത് വാക്കുകൊണ്ടാണ് മറിയത്തിലുണ്ടായ സംഭവത്തെ നമ്മൾ ചിഹ്നപ്പെടുത്തുക, അടയാളപ്പെടുത്തുക? ഈ ഓർത്തഡോക്സ് സഭകളിൽ ദൈവമാതാവെന്ന് ഉപയോഗിക്കാത്ത ചില അകത്തോലിക്ക സഭകളുണ്ട്. ക്രിസ്തോത്തോക്കോസ് ആണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. ക്രിസ്തോത്തോക്കോസ് എന്ന് വെച്ചാൽ ക്രിസ്തുവാഹക. അതും തെറ്റൊന്നുമില്ല. പക്ഷെ അവർ ക്രിസ്തുവാഹക എന്ന് പറയുന്നതും നമ്മൾ ദൈവവാഹക എന്ന് പറയുന്നതും ഉദ്ദേശിക്കുന്ന അർത്ഥം ഒന്ന് തന്നെ. അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ്, ക്രിസ്തുവാണ്. അപ്പോൾ
നമ്മൾ ദൈവമാതാവ് എന്ന് കത്തോലിക്കര് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥവും ക്രിസ്തോത്തോക്കോസ് എന്ന അകത്തോലിക്കരായിട്ടുള്ള ഓർത്തഡോക്സ് പൗരസ്ത്യ സഭകളെ അകത്തോലിക്കര് വിചാരിക്കുന്നതും പറയുമ്പോഴും രണ്ടു കൂട്ടരും പറയുമ്പോൾ അതിന് ദൈവശാസ്ത്രം ശരിയായിട്ട് മനസ്സിലാക്കിയാൽ അവിടെ ഒരു ഹെരസിയോ പാഷാണ്ഡതയോ ഒന്നും ഇല്ല. കത്തോലിക്കര് വിശ്വസിക്കുന്ന കാര്യത്തെ അവർ നിഷേധിക്കുന്നില്ല എങ്കിൽ, അവരുദ്ദേശിക്കുന്ന കാര്യം നമ്മൾ നിഷേധിക്കുന്നില്ലെങ്കിൽ, അതായത് ക്രിസ്തുതോക്കോസ് പറയുമ്പോൾ ആ ക്രിസ്തു ദൈവമാണോ അല്ലയോ? ദൈവമാണ്. ദൈവവും മനുഷ്യനുമാണ്. ഇത് വിശ്വസിക്കുന്നെങ്കിൽ വാക്ക് ഉപയോഗിക്കുന്നതിനകത്ത് അന്തരമുണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ മാറ്റമുണ്ടാകില്ല. ഇത് അവരുമായിട്ടുള്ള ഡയലോഗില് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കണേ. ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് പറഞ്ഞപ്പോഴാണ് 2003 ഇങ്ങനെ പഠിപ്പിച്ചു. ഈ എക്ലേസിയ ദെ എവ്കരിസ്റ്റിയ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തില്, സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്, നമ്പർ 55 പറയാണ്. 2003 അദ്ദേഹം അത് പ്രസിദ്ധപ്പെടുത്തിയത്. മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തിൽ മറിയം സഭയുടെ ദിവ്യകാരുണ്യ വിശ്വാസം മുൻകൂറായി പ്രകാശിപ്പിക്കുന്നു. മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തിൽ മറിയം സഭയുടെ ദിവ്യകാരുണ്യ വിശ്വാസം മുൻകൂറായി പ്രകാശിപ്പിക്കുന്നു. മാംസമായ വചനത്തെ ഗർഭത്തിൽ വഹിച്ചപ്പോൾ അവൾ ചരിത്രത്തിലെ ആദ്യത്തെ ജീവനുള്ള സക്രാരിയായി, ആധ്യാത്മിക പാത്രമായി, ആത്മീയ പാത്രമായി, സ്പിരിച്വൽ വെസൽ. മാംസമായ വചനത്തെ, ദൈവമായ വചനത്തെ ഗർഭത്തിൽ വഹിച്ചപ്പോൾ അവൾ ചരിത്രത്തിൽ ആദ്യത്തെ ജീവനുള്ള സക്രാരിയായി, ആദ്യത്തെ ആത്മീയ പാത്രമായി, ആധ്യാത്മിക പാത്രമായി, സ്പിരിച്വൽ വെസൽ. എങ്കിലും മറിയത്തിന്റെ കണ്ണിലൂടെയും സ്വരത്തിലൂടെയും ആ ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് അദൃശ്യനായിരുന്നു മറിയത്തിന്റെ ഗർഭത്തിലുള്ള കർത്താവ്. ആ ഘട്ടത്തിൽ മറിയം ഗർഭം ധരിച്ചിരുന്ന സമയത്തില് മറ്റുള്ളവർക്ക് അദൃശ്യനായിരുന്നു മറിയത്തിന്റെ ഗർഭത്തിലുള്ള കർത്താവ്. എങ്കിലും മറിയത്തിന്റെ കണ്ണിലൂടെയും സ്വരത്തിലൂടെയും പ്രസരിച്ചിരുന്ന ദിവ്യ തേജസ് കണ്ട് എലിസബത്ത് മറിയത്തിന്റെ ഗർഭത്തെ പാത്രത്തിലുള്ള കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചു. കർത്താവിനെ കാണാൻ കഴിയില്ല, ഗർഭത്തിലാണ്. പക്ഷേ മറിയത്തിന്റെ കണ്ണിലൂടെയും സ്വരത്തിലൂടെയും പ്രസരിച്ചിരുന്ന ദിവ്യ തേജസ് കണ്ട് എലിസബത്ത് മറിയത്തിന്റെ ഗർഭപാത്രത്തിലുള്ള കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചു. അപ്പോൾ ഈ കർത്താവാണ് ഇപ്പോ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മിലേക്ക് വരുന്നത്. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന കർത്താവ് ഇപ്പൊ നമ്മുടെ ഉദരത്തിൽ വരികയാണ്. ഉദരത്തിലേക്ക് വന്നിട്ട് നമ്മുടെ മാംസവും രക്തത്തിന്റെ രക്തവുമായിട്ട് ഒന്നാകുകയല്ലേ. നമ്മളും ദൈവമായിട്ട് ഒന്നാകുകയാണ്. നമ്മൾ ജീവനുള്ള സക്രാരിയായി, ജീവനുള്ള ആധ്യാത്മിക പാത്രമായിട്ട് മാറുകയല്ലേ മറിയത്തെ പോലെ എന്ന് പറയുമ്പോഴും മറിയുമെന്ന രഹസ്യം ഒരുപാട് വലുതാണ്. എങ്കിലും മറിയത്തിന്റെ മക്കൾക്കും മറിയത്തിനെ കൊണ്ട പ്രിവിലേജ്, ആ ഭാഗ്യം ചെറിയ തോതിൽ നൽകിയിട്ടുണ്ട്. മറിയത്തിന്റെ ഗർഭത്തിൽ കണ്ട അതേ കർത്താവല്ലേ നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നത്. മറിയത്തിന്റെ മക്കളായ കത്തോലിക്കർക്ക് മാത്രമാണ് ഈ ഭാഗ്യമുള്ളൂ കേട്ടോ. കത്തോലിക്കറിന് വിട്ടുപോയുള്ള ആളുകൾ തിരിച്ചു വരും എത്രയും പെട്ടെന്ന്. അങ്ങനെ ജീവനുള്ള സക്രാരിയായിട്ട് മാറുക. കർത്താവ് ദിവ്യകാരണത്തിലൂടെ വരുന്നതിനാൽ, മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന കർത്താവ് ദിവ്യകാരണത്തിൽ വരുന്നതിനാൽ നമ്മളും സഞ്ചരിക്കുന്ന സക്രാരിയായി, ആധ്യാത്മിക പാത്രമായി രൂപാന്തരപ്പെടുകയാണ്. ദൈവവാഹകരായിട്ട് മാറുകയാണ്, കർത്തൃവാഹകരായിട്ട് മാറുകയാണ്. ആ കർത്താവിനെയും കൊണ്ടാണ് നമ്മൾ പള്ളിക്ക് പുറത്ത് പോയിട്ട് ആ കർത്താവിനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ചാരിറ്റിയിലൂടെയും സ്നേഹത്തിലൂടെയും ഒക്കെ. അപ്പോൾ കുർബാന പൂർണ്ണമാകും. നമ്മിലേക്ക് വന്ന കർത്താവിനെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ കുർബാന പൂർണ്ണമാകും. അപ്പോൾ നമ്മൾ ശരിക്കും മറിയത്തെ അനുകരിച്ച് ആധ്യാത്മിക പാത്രങ്ങളായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വട്ടോളിയച്ചൻ രാജിവെക്കാനുള്ള 10ാമത്തെ കാരണത്തിന്റെ തുടർച്ച. 10ാമത്തെ കാരണത്തിന്റെ ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയാണ്. ഈ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എറണാകുളത്തും അല്ലാതെയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പലരും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഒരുപാട് കുറച്ചൊക്കെ ശരികളുണ്ട്, പക്ഷെ കുറെ കാര്യങ്ങളിൽ തെറ്റുണ്ട്. അപ്പൊ നമ്മൾ അവർ പഠിപ്പിക്കുന്ന ആ തെറ്റായ സംഗതികളെ തിരിച്ചറിയാനും ശരിയായതെന്ത്, സത്യമായതെന്ത് എന്ന് കണ്ടെത്താനുമുള്ള ഒരു ശ്രമമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇതിപ്പോ വട്ടോളി അച്ഛന് മാത്രമുള്ള മറുപടിയല്ല, വിമത വൈദികർക്ക് മാത്രമുള്ള മറുപടിയല്ല,
നമ്മുടെ സഭയെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിരുത്തി തന്നെ കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, വട്ടോളീസിന്റെ വാക്കുകൾ: യേശുവിന്റെ പ്രബോധനത്തിന്റെ അന്തസത്തയെ തെറ്റായി മനസ്സിലാക്കിയ മഹാഭൂരിപക്ഷം വരുന്ന സഭാ മക്കളുടെ പ്രതിനിധികളാണ് അവരെന്ന് പറയുന്നത് ബസിലിക്കയുടെ ആൾക്കാരെ തല്ലിത്തകർത്ത കൽദായവാദികൾ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അനുസരണമാണ് യേശുവിന്റെ ജീവിതത്തിന്റെയും പ്രഘോഷണത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി വിശ്വാസി സമൂഹത്തെ കുട്ടിക്കാലം മുതൽ ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. 1 സാമുവേൽ 15:22 അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന വാചകമാണ് ഇതിനാധാരമായി ഉപയോഗിക്കുന്നത്. അമലേക്കരെ തോൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ആ നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരരുത് എന്ന യാഹ്വയുടെ കൽപ്പന ലംഘിച്ച് നല്ല മുട്ടാടുകളെയും കാളകളെയും രാജാവായ സാവുൾ കൊണ്ടുവരുന്നു. ഈ പ്രവൃത്തിയെ പ്രവാചകൻ സാമുവേല് ദൈവകൽപ്പന ലംഘനമായി കണ്ടപ്പോൾ യാഹ്വയ്ക്ക് ബലിയർപ്പിക്കാനാണ് ഞങ്ങൾ അത് ചെയ്തത് എന്ന സാവൂളിന്റെ ന്യായീകരണത്തെ പ്രവാചകൻ സാമുവേൽ നേരിട്ടത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. സാഹചര്യത്തിൽ നടത്തിയെടുത്ത് എത്രയോ തലമുറകളെ നമ്മൾ പുരോഹിതന്മാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനുസരണമല്ല, ചോദ്യം ചെയ്യലാണ് യേശു തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. ഇതാണ് വട്ടോളിയുടെ 10ാമത്തെ കാരണം രാജിവെക്കാൻ. അതായത് അനുസരണമല്ല, ചോദ്യം ചെയ്യലാണ് യേശു തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് വട്ടോളി രാജിവെച്ചിരിക്കുന്നു. മനസ്സിലായ? അതായത് ഇതുവരെ തലമുറകളായിട്ട് പഠിപ്പിക്കുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, അത് അങ്ങനെയൊന്നും അല്ല. ഈശോയുടെ ജീവിതം അതല്ല. ഈശോയുടെ ജീവിതം ചോദ്യം ചെയ്യലാണ്. അത് പഠിപ്പിക്കാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയാണ് വട്ടോളി രാജിവെച്ചിരിക്കുന്നതെന്നാണ്. നമുക്ക് ഈ അവസാനത്തെ ഭാഗം വെച്ച് തുടങ്ങാം. അനുസരണമല്ല, ചോദ്യം ചെയ്യലാണ് യേശു തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കുക. ചോദ്യം ചെയ്യല്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും ചോദ്യം ചെയ്യലും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് തന്നെ ഈ അന്ത്യത്താഴത്തിന്റെ ആ സമയത്തുള്ള പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. രണ്ട് വാക്കാണ്, ഗ്രീക്ക് വാക്കാണ്. നിങ്ങളെന്നെ ചോദ്യം ചെയ്യില്ല, പക്ഷെ ചോദിക്കുവോ. അപ്പൊ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് യാതൊരു തെറ്റുള്ള സംഗതിയല്ല. ചോദ്യം ചെയ്യുന്നത് മറ്റൊരു സംഗതിയാണ്. ഇന്ററോഗേഷൻ, പോലീസ് ചോദ്യം ചെയ്യാൻ ഇല്ലേ, അതൊരു വ്യത്യാസമുള്ള സംഗതിയാണ്. ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉന്നയിക്കണം. മറിയം ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സ്നാപയോഹന്നാൻ ഈശോയോട് ചോദ്യം ചോദിച്ചു അല്ലേ, ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് ചോദിച്ചു, ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കണോ അതോ നീ തന്നെയാണോ? അപ്പം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ടതുണ്ട്, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഈ മൈനസ് സെമിനാരിയിൽ 15 വയസ്സിലാണ് ഞാൻ മൈനസ് സെമിനാരി ചേരുന്നത്. മൈനസ് സെമിനാരിക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ, ഒരുപാട് 3 വർഷം നല്ല തിക്തമായ അനുഭവങ്ങളായിരുന്നു. ആ അനുഭവങ്ങളുടെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ 15 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായി സെമിനാരി ചേർന്നു. ഒരു 2-3 മാസങ്ങൾക്കുള്ളിലുണ്ടായ ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഏതോ ഒരു കാര്യത്തിന് അന്നത്തെ ഒരു അച്ഛൻ, പഠിപ്പിക്കാമെന്ന ഒരു അച്ഛന്റെ പേരൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം എന്തോ പരിശുദ്ധ തൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകില്ല, പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഈ വാചകം വീണ്ടും ആവർത്തിച്ചു, ഇതൊന്നും ഒരു മനുഷ്യബുദ്ധിക്കും മനസ്സിലാകില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ രഹസ്യങ്ങളെക്കുറിച്ച് ഇതൊന്നും മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കൈപ്പൊക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനുഷ്യനായ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഒരു മനുഷ്യനും മനസ്സിലാക്കാത്ത കാര്യമാണിതെങ്കിൽ മനുഷ്യനായി ഞാൻ എന്തിനവിടെ ഇരിക്കണേ? അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്, അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി. അതായത് മാലാഖമാർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ എങ്കിൽ ദൈവം എന്തിനാണ് ഇത് വെളിപ്പെടുത്തിയത്? അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ പോരെ? ഒരു മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങളാണെങ്കിൽ മനുഷ്യനായി ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നമ്മുടെ സമയം എന്തിനാ ഇങ്ങനെ വേസ്റ്റ് ആക്കണേ? ഇതാണ് ഞാൻ ചോദിച്ചതിന്റെ പൊരുള്. അദ്ദേഹത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങ് ദേഷ്യപ്പെട്ടു പറഞ്ഞു, യു സിറ്റ് ഡൗൺ ദെയർ എന്ന് പറഞ്ഞു, അവിടെ ഇരിക്കൂ. അപ്പം ഞാനൊരു ശല്യക്കാരനായിട്ട് മാറുകയാണ്. കാരണം എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കണം. ഞാനങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഞാൻ മേജർ സെമിനാരിൽ ചെന്നപ്പോൾ ക്രിസ്തുധർമ്മ പ്രവേശിക എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചു. അതായത് അത് വായിക്കാൻ ഒട്ടും എളുപ്പമുള്ളതല്ല, നിങ്ങൾക്കറിയാലോ. എന്റെ മലയാളം ഞാൻ പരിഭാഷ പിന്നീട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വായിച്ച ഒരു അക്ഷരം പോലും ദിവസം മനസ്സിലാകില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ചോദ്യങ്ങൾ ചോദിക്കണം. അതായത്
പരിശുദ്ധ തൃത്വം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. തുറന്ന ബുദ്ധിയാണെങ്കിൽ ദൈവം രഹസ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അപ്പൊ അത് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇതൊന്നും ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ദിവ്യ രഹസ്യങ്ങളെ തന്നെ വ്യഭിചരിക്കുകയാണ്. കാരണം മനുഷ്യർക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ഈ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നതുകൊണ്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ദൈവം തന്നെ വെളിപ്പെടുത്തണേ. അപ്പൊ ഇതാണ് ക്രിസ്തു ധർമ്മ പ്രവേശിക. അപ്പോൾ ഞാനത് സെമിനാരി വെച്ച് വായിച്ചു, കാര്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പോൾ, രണ്ടാമത്തെ പുസ്തകം എഴുതിയപ്പോൾ, വചനവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം ഒരു കമന്ററി എഴുതിയപ്പോൾ ഞാൻ ആ പുസ്തകത്തിന് കോട്ട് ചെയ്തു. അപ്പൊ തുടക്കത്തിൽ വായിച്ചപ്പോൾ മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഒരു പാരഗ്രാഫ് പോലും വായിച്ചാൽ മനക്ക് വലിയ പ്രയാസമാണ്. കാരണം എന്താണ്, ഈ ബെനഡിക്ട് 16 എന്ന് പറയുന്നത് ഐൻസ്റ്റൈനെ പോലെയൊക്കെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ബെനഡിക്ട് മാർപ്പാപ്പ. അദ്ദേഹം ശാസ്ത്രജ്ഞന്മാർക്കും നിരീശ്വരന്മാർക്കും യുക്തിവാദികൾക്കും എല്ലാവർക്കും ശാസ്ത്രീയമായിട്ടും വിശ്വാസത്തെയും വിശ്വാസ പ്രമാണത്തെയും വ്യാഖ്യാനിച്ചിരിക്കുക. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ട് വരുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക്, ഞാനിപ്പോ ഒരുപാട് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുള്ളതിൽ ഈ പുസ്തകം തർജ്ജമ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ആനന്ദമുണ്ടായത്. കാരണം ഇത്രയും ഉറച്ച പാറപ്പുറത്താണല്ലോ നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നത് എന്നൊരു ആനന്ദം. അപ്പൊ നമുക്ക് പ്രയാസമാണെന്ന് വെച്ചിട്ട് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, പിന്നെയും പോകണം. ഞാൻ പറഞ്ഞു വന്നത്, ബെനഡിക്ട് മാർപ്പാപ്പയും പറയുന്നുണ്ട്, ഈ സത്യസന്ധരായിരിക്കാൻ ചോദ്യങ്ങൾ ഉന്നയിക്കണം. അപ്പൊ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഈ യേശു ചോദ്യം ചെയ്തതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നതിനെ കുറിച്ച് ഈ വട്ടോളി നൽകിയിരിക്കുന്ന വ്യാഖ്യാനം അത് തീർത്തും തെറ്റല്ല. ആ സന്ദർഭത്തില് 1 സാമുവേല് 15-ാമത്തെ അധ്യായത്തിലുള്ള സംഗതി തന്നെയാണ്. എങ്കിലും വട്ടോളി രാജിക്കുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ബൈബിളിന്റെ വ്യാഖ്യാനം നൽകിയിരിക്കുന്നതല്ല. എങ്കിലും ആ സന്ദർഭം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുന്നതും അതിന് സാവൾ കൊടുക്കുന്ന ന്യായവും അതൊക്കെ ഒരല്പം അറിയുന്നത് നല്ലതാണ്. ഇപ്പൊ ഇവര് പറയുന്നത് സന്ദർഭം നടത്തിയെടുത്തു എന്നൊക്കെ തന്നെയാണല്ലോ പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. എന്താണ് ആ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളത്? ആ തിരുവചനം കേൾക്കാം. അതിന്റെ ശരിയായ സന്ദർഭവും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, ഈ വട്ടോളിയെ പോലുള്ളവർക്ക് ഉത്തരം കൊടുക്കാനായിട്ട്. 1 സമൂവേല് 15-ാമത്തെ അധ്യായം 10 മുതലാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ശെമൂവേലിന് യാഹ്വേയുടെ അരുളപ്പാടുണ്ടായി, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്റെ കൽപ്പനകൾ നിറവേറ്റുന്നില്ല. ഇത് കേട്ടപ്പോൾ ശെമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യാഹ്വേയോട് നിലവിളിച്ചപേക്ഷിച്ചു. പിന്നെ ശെമൂവേൽ സാവൂളിന്റെ അടുക്കലെത്തിയപ്പോൾ സാവൂൾ അവനോട് പറഞ്ഞു, അങ്ങ് യാഹ്വേയാൽ അനുഗ്രഹീതനാകട്ടെ, ഞാൻ യാഹ്വേയുടെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. ശെമൂവേൽ ചോദിച്ചു, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും എന്റെ കാതുകൾ കേൾക്കുന്ന കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, അവയെ അമലേക്യരുടെ പക്കൽ നിന്ന് ജനം കൊണ്ടുവന്നതാണ്. ആടുകളിലും കാളകളിലും ഏറ്റവും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യാഹ്വേയ്ക്ക് ബലി അർപ്പിക്കാൻ ജീവനോടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ശേഷിച്ചവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു. നിർത്ത്, ശെമൂവേൽ സാവൂളിനോട് പറഞ്ഞു. യാഹ്വേ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കാം. പറഞ്ഞാലും സാവൂൾ പ്രതിവചിച്ചു. ശെമൂവേൽ ചോദിച്ചു, നിന്റെ സ്വന്തം ദൃഷ്ടിയിൽ നീ നിസ്സാരനായിരുന്നിട്ടും യാഹ്വേ തന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കിയില്ലേ? ഇസ്രായേലിന്റെ രാജാവെ നിന്നെ അഭിഷേകം ചെയ്തില്ലേ? യാഹ്വേ നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് നിന്നോട് കൽപ്പിച്ചു, പോയി പാപികളായ അമലേക്കരെ നിർമൂലമാക്കുക, അവർ നശിക്കും വരെ അവരോട് പൊരുതുക. അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് നീ യാഹ്വേയുടെ കൽപ്പന അനുസരിക്കാതിരിക്കുന്നത്? കൊള്ളവസ്തുക്കളുടെ മേൽ ചാടി വീണ് യാഹ്വേയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് എന്തുകൊണ്ടാണ്? സാവൂൾ ശെമൂവേലിനോട് പറഞ്ഞു, ഞാൻ യാഹ്വേയുടെ കൽപ്പന അനുസരിച്ചു, യാഹ്വേ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുകയും ചെയ്തു. അമലേക്യ രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു, അമലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട സമർപ്പിത വസ്തുക്കളിൽ വിശേഷപ്പെട്ട ആടുമാടുകളെ കൊള്ളവസ്തുക്കളിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യാഹ്വേയ്ക്ക് ബലിയർപ്പിക്കാൻ ജനം കൊണ്ടുവന്നിരിക്കുന്നു. ശെമൂവേൽ ചോദിച്ചു, യാഹ്വേയുടെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും ഹനനയാഗങ്ങളും അർപ്പിക്കുന്നതോ ഏതാണ് യാഹ്വേയ്ക്ക് പ്രീതികരം? നോക്കൂ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. വിധേയപ്പെടുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാളും ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ തിന്മയും. നീ യാഹ്വേയുടെ വചനം തിരസ്കരിച്ചതിനാൽ അവിടുന്ന് നിന്നെയും രാജസ്ഥാനത്തെയും തിരസ്കരിച്ചിരിക്കുന്നു.
സാവൂൾ ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചു. യാഹ്വയുടെ കൽപ്പനയും അങ്ങയുടെ വാക്കും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു പോയി. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യാഹ്വയെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോട് കൂടെ വരണമേ. ശമൂവേൽ സാവൂളിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ വരില്ല. നീ യാഹ്വയുടെ വചനം തള്ളിക്കളഞ്ഞതിനാൽ യാഹ്വ നിന്നെ ഇസ്രായേലിന്റെ രാജ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശമൂവേൽ പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു. അത് കീറിപ്പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. അപ്പോ ഇതിനകത്ത് വട്ടോളിച്ചൻ പറഞ്ഞ വ്യാഖ്യാനം തീർത്തും തെറ്റൊന്നുമല്ല. എങ്കിലും പല കാര്യങ്ങളും അവിടെ വട്ടോളിച്ചൻ മറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയില്ല. അപ്പൊ അതും ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവൻ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്റെ കൽപ്പനകൾ നിറവേറ്റുന്നില്ല. കൽപ്പനകൾ പ്ലൂറലാണ്, ബഹുവചനം, പാലിച്ചില്ല. കൽപ്പനകൾ ബഹുവചനത്തിലാണ്. കർത്താവ് സംസാരിച്ചത് ബഹുവചനത്തില. അതായത് യാഹ്വയുടെ കൽപ്പന ഞാൻ നിറവേറ്റുന്ന ഏകവചനത്തിലാണ് സാവൂൾ മറുപടി കൊടുക്കുന്നത്. കൽപ്പന ഞാൻ നിറവേറ്റി, കൽപ്പനകൾ നിറവേറ്റുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ കർത്താവിന്റെ കൽപ്പന നിറവേറ്റി, ഒരു കൽപ്പന നിറവേറ്റി എന്ന് സാവൂൾ മറുപടി. അതായത് സാവൂള് ചില കൽപ്പന പാലിക്കുന്നു, ചിലത് ലംഘിക്കുന്നു. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും സാവൂളിന്റെ രീതി അതാണ്. അതാണ് സാവൂളിന്റെ ശൈലി. ഇതുകൊണ്ടാണ് യാഹ്വ രാജത്വം അവരിൽ നിന്ന് എടുത്തു മാറ്റിയത്. ഇത് വട്ടോളിക്കും വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും ചേരും. ചിലതെല്ലാം അവർ അനുസരിക്കും, അവർക്ക് താല്പര്യമുള്ളത്. കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനയും പാലിക്കില്ല. ഇപ്പൊ വട്ടോളിൽ നിന്ന് പൗരോഹിത്യം കർത്താവ് എടുത്തു മാറ്റുകയായിരിക്കണം ഈ രാജിക്കത്തിലൂടെ. സാവൂളിൽ നിന്ന് രാജ്യത്വം എടുത്തു മാറ്റിയതുപോലെ വട്ടോളിൽ നിന്ന് പൗരോഹിത്യം എടുത്തു മാറ്റാൻ അത് ആഗ്രഹിച്ചിട്ടായിരിക്കും രാജി എങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അപ്പൊ ഈ വട്ടോളിയുടെയും വിമതരുടെയൊക്കെ പ്രശ്നം എന്താണ്? ദൈവത്തിന്റെ ചില കൽപ്പന പാലിക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, എന്നാൽ എല്ലാ കൽപ്പനകളും പാലിക്കില്ല. അതിനടുത്തൊരു ഇരട്ടത്താപ്പുണ്ട്. ഇതാണ് സാവൂളിന്റെ ശൈലിയായത്. അപ്പൊ സാവൂള് ഒരു പ്രാവശ്യം കൽപ്പന ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല രാജ്യത്വം എടുത്തു മാറ്റപ്പെട്ടത്. എല്ലാ സമയത്തും ചില കൽപ്പന പാലിക്കും, ചിലത് പാലിക്കില്ല. ഇഷ്ടപ്പെട്ടത് പാലിക്കും, ഇഷ്ടപ്പെട്ടത് പാലിക്കില്ല. അതാണ് ഈ വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും ഒക്കെ പ്രശ്നം. അവർക്ക് അവരുടെ ബുദ്ധിക്കും താല്പര്യത്തിനും ഉതകുന്നതാണെങ്കിൽ, അനുകൂലമാണെങ്കിൽ അതൊക്കെ അനുസരിക്കും, അല്ലാത്തതൊക്കെ ധിക്കരിക്കും, അതിന് ന്യായം പറയും. അതിനാൽ അവരിൽ നിന്ന് അവരുടെ ഈ പൗരോഹിത്യവും, രാജകീയ പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും ഒക്കെ കർത്താവ് എടുത്തു മാറ്റുകയായിരിക്കും ചെയ്യുന്നതാണ്. സാവൂളിൽ നിന്ന് എടുത്തു മാറ്റിയതുപോലെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 15ാമത്തെ വാക്യത്തിൽ സാവൂൾ പ്രതിവചിക്കുകയാണ്, അവയെ അമലേക്കരുടെ പക്കൽ നിന്ന് ജനം കൊണ്ടുവന്നതാണ്. ആടുകളിലും കാളുകളിലും ഏറ്റവും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യാഹ്വയ്ക്ക് ബലിയർപ്പിക്കാൻ ജീവനായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ശേഷിച്ചവയെ ഞങ്ങള് നിർമ്മൂലമാക്കി കളഞ്ഞു. ജനം, ഞങ്ങള്, ഇങ്ങനെ ഞങ്ങള് ഇങ്ങനെ മാറ്റിയിരിക്കുക, രണ്ടായിട്ട് പറഞ്ഞിരിക്കുക. ഞങ്ങള് കർത്താവിനെ അനുസരിക്കുന്നു, പട്ടാളക്കാര് അവര് ധിക്കരിക്കുന്നു. ഇതാണ് സാവൂൾ കൊടുക്കുന്ന നീതിമൽക്കരണം. പട്ടാളക്കാരെ ബലിയാടാക്കി തലയൂരാനാണ് സാവൂൾ ശ്രമിക്കുന്നത്. ഇനിയും സാവൂൾ ഇങ്ങനെ ചെയ്യും. 15ാമത്തെ അധ്യായം 20-21 ഇതന്നെ, ഈ അധ്യായത്തിൽ 20-21 സാവൂൾ ഇത് തന്നെ പറയുന്നുണ്ട്. അതായത് ഭരണകർത്താക്കളുടെ രീതിയാണ് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി അവര് സ്വയം ന്യായീകരിക്കും. ഈ വിമതരും ഇത് തന്നെ ചെയ്യുന്നത്. അത് മുന്നേറ്റക്കാരാണ് ചെയ്തത്, അല്ലെങ്കിൽ അത് മറ്റവരാ ചെയ്തത്, ഇവരാണ് ചെയ്തത്. ഇങ്ങനെ ജനത്തെ പഴി പറഞ്ഞ് സ്വയം നീതിമൽക്കരിക്കുക, മറ്റുള്ളവരെ പഴിചാരി സ്വന്തം തെറ്റുകൾ ന്യായീകരിക്കുക. സാവൂൾ ചെയ്ത സംഗതി അതാണ്. വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ചെയ്യുന്നത് തന്നെയാണ്. അവര് ഞങ്ങള് ഇങ്ങനെ ഒരു ഭിന്നതയുണ്ടാക്കി ചില ആളുകൾ ബലിയാടാക്കി തങ്ങൾ നീതിമാന്മാരെന്ന് വരുത്തി തീർക്കുക. എന്നാൽ ശമൂവേൽ പ്രവാചകൻ സാവൂളിൻ ന്യായീകരണം സ്വീകരിക്കാൻ ഒരുക്കമല്ലായിരുന്നു. രാജാവിന്റെ കള്ളത്തരം പ്രവാചകൻ അറിയാം. ശിക്ഷാവിധി കേട്ടതിന് ശേഷമാണ് സാവൂൾ കുറ്റം സമ്മതിച്ചത്. ഇപ്പൊ നമ്മളിവിടെയും ഈ എറണാകുളത്ത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ശിക്ഷാവിധി കേട്ടതിന് ശേഷം പോലും കുറ്റം സമ്മതിക്കാണ്ട് നടക്കുന്നവരുണ്ട്. ചിലരെല്ലാം ശിക്ഷാവിധി കേട്ട് കഴിയുമ്പോൾ കുറ്റം സമ്മതിക്കും. അതുവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അവരങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇവരെങ്ങനെ ചെയ്തത് കൊണ്ടാണ്. സാവൂളിന്റെ പ്രശ്നം അതാണ്. വട്ടോളിയനും പ്രശ്നം തന്നെയാണ്. 22ാമത്തെ വാക്യം 22-23. ശമൂവേൽ ചോദിച്ചു, യാഹ്വയുടെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും ഹോമയാഗം ഹനനയാഗങ്ങളും അർപ്പിക്കുന്നതോ ഏതാണ് യാഹ്വയ്ക്ക് പ്രീതികരം? നോക്കൂ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, വിധേയപ്പെടുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുട്ടി വിഗ്രഹാരാധന പോലെ തിന്മയും.
നീ യാഹ്വയുടെ വചനം തിരസ്കരിച്ചതിനാൽ അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തിരസ്കരിച്ചിരിക്കുന്നു. ബലികളോട് കർത്താവിന് താല്പര്യമില്ല എന്നല്ല അതിനർത്ഥം. വരാനിരുന്ന ഏക ബലിയുടെ, ക്രിസ്തുവിന്റെ ബലിയുടെ നിഴലുകളും പൂർവ്വരൂപങ്ങളുമായിരുന്നു മൃഗബലികൾ. മൃഗബലിയിൽ ദൈവത്തിന് താല്പര്യമൊന്നുമില്ല, പക്ഷെ ബലിയാണ് ദൈവത്തിന് ചേർന്ന ആരാധന. അത് വ്യക്തമാക്കാൻ ദൈവം തന്നെയാണ് അത് ആവശ്യപ്പെട്ടത്. ഈ ബലിയർപ്പണം അതിന് ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബലികളൊക്കെ അർപ്പിക്കാനുള്ള ചരിത്രമുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. ഈ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചു, ഒന്നാം പ്രമാണം ലംഘിച്ചു. അത് ഇസ്രായേലിന്റെ ആദ്യ പാപം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉത്ഭവപാപം എന്നാ പറയാ. അതോടെ ഇസ്രായേൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. അതുവരെ കുടുംബത്തിലെ ആദ്യ ജാതനായ പുത്രൻ, മകനാണ് പുരോഹിതനായിരുന്നത്. ആ പൗരോഹിത്യം കർത്താവ് എടുത്തു മാറ്റി. എന്നിട്ട് ലേവ്യ ഗോത്രത്തിന് പൗരോഹിത്യവും, ലേവ്യ ഗോത്രത്തിലെ അഹറോന്യ കുടുംബത്തിന് പൗരോഹിത്യവും ലേവ്യർക്ക് ഈ ദേവാലയ ശുശ്രൂഷയും കൊടുത്തു. ഈ ആദിജാതന്മാരെ അതുവരെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായിരുന്നു. കാരണം എന്താണ്? പുരോഹിതന്മാര്, ആദിജാതനായ മകൻ. ഇപ്പോ അവരിൽ നിന്ന് പൗരോഹിത്യം എടുത്തു മാറ്റിയപ്പോ ഈ അതേസമയം ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് അവര്. അപ്പൊ ഈ ആദിജാതനെ ദേവാലയത്തിൽ സമർപ്പിക്കണം, എന്നിട്ട് എന്തെങ്കിലും കൊടുത്ത് അവന് കാശ് കൊടുത്ത് തിരിച്ചു വാങ്ങിക്കണം. ഇതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. പണം കൊടുത്തോ ആടിനെയോ അല്ലെങ്കിൽ കാളയെ കൊടുത്ത് ഈ കൊച്ചു ദൈവത്തിന്റെയാ, ആദ്യത്തെ മകൻ ദൈവത്തിന്റെയാ, അവനെ തിരിച്ചു വാങ്ങിക്കണം എന്നാണ്. ഇതിനാണ് ആദിജാതന്മാരെല്ലാം ദൈവത്തിന് പ്രതിഷ്ഠിക്കണം അല്ലെങ്കിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞ ആ ആചാരം തുടങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഇവര് മർക്കടമുഷ്ടിയുള്ള ജനം എന്നാണ് നമ്മൾ പറയുന്നത്. മർക്കടമുഷ്ടി ഇല്ല, ഇങ്ങനെ ശരിക്ക് കുറച്ചുകൂടി നല്ല വാക്ക് അവര് സ്റ്റിഫ് നെക്കഡ് എന്നാണ്. ഇങ്ങനെ സ്റ്റിഫ് നെക്കഡ്, അനക്കില്ല. അപ്പോ ദൈവത്തിലേക്ക് തിരിയാത്ത ഈ തല, അതാണ് പ്രശ്നം. അപ്പൊ ദൈവത്തിലേക്ക് തിരിക്കണം, ഇങ്ങനെ നിർബന്ധിച്ച് തിരിക്കണം. മർക്കടമുഷ്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ കുരങ്ങന്റെ കയ്യിലുള്ളത് പോലെയാണ്. പക്ഷെ സ്റ്റിഫ് നെക്കഡ് എന്നാണ് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക്. ഇങ്ങനെ തല ഇങ്ങനെ വെട്ടിക്കില്ല, അതുപോലെ സ്റ്റിഫായി പോയി ഇങ്ങനെ ഉറച്ചിരിക്കുക. ദൈവത്തിലേക്ക് നോക്കില്ല. അപ്പൊ ദൈവത്തിലേക്ക് നോക്കാൻ ദൈവം കണ്ട മാർഗം എന്താണ്? രാവിലെ ബലിയർപ്പിക്കുക. അപ്പൊ ദൈവത്തിലേക്ക് തിരിഞ്ഞേ പറ്റൂ. ഉച്ചയ്ക്ക് ബലിയർപ്പിക്കുക, ദൈവത്തിലേക്ക് തിരിഞ്ഞേ പറ്റൂ. വൈകിട്ട് ബലിയർപ്പിക്കുക, തിരിഞ്ഞേ പറ്റൂ. അവരെ ദൈവത്തിലേക്ക് തിരിക്കാൻ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബലികളുടെ ഒരു സങ്കീർണ വ്യവസ്ഥ തുടങ്ങിയത്. നമ്മുടെ വട്ടോളിയുടെയും വിമതരുടെയും ഈ മുന്നേറ്റക്കാരുടെയും പ്രശ്നം എന്താണ്? എന്ത് ചെയ്താലും ദൈവത്തിലേക്ക് തിരിയില്ല. മർക്കടമുഷ്ടി മാത്രമല്ല, അവര് സ്റ്റിഫ് നെക്കഡാണ്. ദൈവത്തിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ പിശാച് കുരിശിനെ കണ്ട പോലെയാണ് ഇവർക്ക്. ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം. അതായത് യാഹ്വയുടെ കൽപ്പന അനുസരിക്കില്ല, ഇല്ലേ? ആ അനുസരണമാണ് ബലിയാകേണ്ടത്, ദൈവത്തിലേക്ക് തിരിയാന്നുള്ളത്. അങ്ങനെ തിരിയാണ്ടായപ്പോഴാണ് ബലികൾ കൊടുത്തത്. ബലികൾ വേണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? വാസ്തവത്തില് ബലികള് ഏകബലിക്കൽ സൂചനകളാണ്. ആ ഏകബലി വരുമ്പോൾ പഴയ ബലികൾ വേണ്ട, അതുവരെ ബലികൾ വേണം. എന്തിനാ? ദൈവത്തിലേക്ക് തിരിയാൻ. ഇങ്ങനെ ഈ ഒരിക്കലും ദൈവത്തിലേക്ക് തിരിയില്ല എന്നുള്ള ആ സ്റ്റിഫ് നെക്കഡായിട്ടുള്ള മനുഷ്യരെ ദൈവത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് ദൈവം സങ്കീർണമായ ബലി സമ്പ്രദായങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഏക ബലി എന്ന് പറഞ്ഞ തന്റെ മകന്റെ കുരിശുമരണം ഏക ബലി സംഭവിക്കുന്നത് വരെ അത് തുടരണമായിരുന്നു. അത് പിന്നെ ദേവാലയം ഇല്ലാതായപ്പോൾ അത് നിന്ന് പോയി. അപ്പോഴും ഈ സിനഗോഗിലൊക്കെ ബലിക്ക് തുല്യമായ സംഗതികൾ, മൃഗബലികൾ ഇല്ലെങ്കിൽ പോലും അതിന് തുല്യമായ പ്രാർത്ഥനകളും മറ്റു കണ്ടിന്യൂ ചെയ്തു. ചുരുക്കത്തില് ബലി വേണ്ടെന്നല്ല കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനൊക്കെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ മൃഗബലിയേക്കാൾ ശ്രേഷ്ഠമായ ബലി അനുസരണമാണെന്നാണ്. ആരാധന രീതികളിൽ നിന്ന് ധാർമ്മിക ജീവിതത്തെ വേർപ്പെടുത്തുന്നത് യാഹ്വ വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അനുസരിക്കാതെ ബലി അർപ്പിച്ചിട്ട് കാര്യമില്ലെന്നാണ് അർത്ഥം. അനുസരണം ഒരു ധാർമ്മിക പോയിന്റാണ്, ഇല്ലേ? മോറലായിട്ട് ചെയ്യുന്ന സംഗതിയല്ലേ അനുസരണം. മാതാപിതാക്കൾ ബഹുമാനിക്കണം, അതനുസരിക്കണ്ടേ? ഞായറാഴ്ച പള്ളി പോകണം, കർത്താവിന് പരിചിതമായി ആചരിക്കണം, അനുസരിക്കണ്ടേ? അപ്പൊ അനുസരണത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, ആ ധാർമ്മിക ജീവിതത്തിൽ മാറ്റി നിർത്തുന്ന ബലിയെ ധാർമ്മിക ജീവിതത്തിൽ മാറ്റി നിർത്തുന്ന ആ രീതി കർത്താവിന് സ്വീകാര്യമല്ല. അനുസരണത്തെ ബലിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. ഇതേ പറഞ്ഞതിന്റെ അർത്ഥം. ധാർമ്മിക ജീവിതവും മതപരമായ ജീവിതവും ചേർന്ന് പോകണം, പൊരുത്തമുണ്ടാകണം. അനുസരണമില്ലാതെ ബലി അർപ്പിച്ചാൽ ബലിക്ക് വിലയില്ല. ഇപ്പൊ നിങ്ങൾ അർപ്പിക്കുന്ന ബലി, വട്ടോളിയും വിമത വൈദികരും അർപ്പിക്കുന്ന ഈ ജനാഭിമുഖ ബലി, അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന് സ്വീകാര്യമല്ല. കാരണം ധിക്കാരമാണ്. ധാർമ്മികതയെ
മതത്തിൽ നിന്നും, ആചാരത്തിൽ നിന്നും, വിശ്വാസത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുക. അനുസരണത്തെ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തട്ടിൽ പിതാവല്ല, പാമ്പ്ലാനി പിതാവല്ല, സീറോ മലബാർ സഭയിലെ മെത്രാന്മാര് തീരുമാനിച്ച് തന്നാൽ പോലും അത് നമ്മുടെ സഭയോടോ മാർപ്പാപ്പയോടോ ശരിയായിട്ടുള്ള ഒരു അനുസരണത്തിൽ വരുന്നതല്ലാത്തത് കൊണ്ട് നിങ്ങൾ ജനാഭിമാനത്തെ കുർബാന അർപ്പിച്ചാൽ അത് ശരിയാകില്ല. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. അപ്പൊ ലത്തീൻ സഭയിലോ എന്ന് ചോദിച്ചാൽ ലത്തീൻ സഭയാണ്, പാശ്ചാത്യ സഭയാണ്. അതിന്റെ നിയമങ്ങൾ വേറെയാണ്, അതിന്റെ കാനൺ നിയമം വേറെയാണ്, അതിന്റെ ലിറ്റർജിക്കൽ നിയമങ്ങൾ വേറെയാണ്. ഇനി ലത്തീൻ സഭയിൽ പോലും ഈ ജനാഭിമുഖ കുർബാന നിയമാനുസൃതം നടപ്പാക്കപ്പെട്ടതല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു വന്നതാണ്. പക്ഷെ ലോകം മുഴുവൻ വ്യാപിച്ചതുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റാത്തൊരു കീറാമുട്ടിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ 50 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ഒന്ന് നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് വർഷങ്ങൾ എത്രയും 10-60 വർഷമായി. അപ്പൊ ഈ 120 കോടി കിടക്കുന്ന ഈ ലത്തീൻ സഭയിൽ എങ്ങനെ ശരിയാവും? അവിടെയും അച്ഛന്മാരും മെത്രന്മാരൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മുടെ മെത്രന്മാരും മാത്രമൊന്നല്ല ഇങ്ങനെ പ്രശ്നം. അതായത് സഭയുടെ ചരിത്രമോ ദൈവശാസ്ത്രമോ ലിറ്റർജിയോ വിശുദ്ധ പാരമ്പര്യങ്ങളൊന്നും പഠിക്കാതെ ചില സൈക്കോളജിയും ചില സ്പിരിച്വാലിറ്റിയും പഠിച്ച് ഇല്ലേ, കുറച്ച് കാനലിലും പഠിച്ച് അച്ഛനാകുക, മെത്രാനാകുക, പിന്നെ എന്നിട്ടെല്ലാം അറിയാമെന്ന് വിചാരിച്ച് നടക്കുക. ഈ ഒരു പ്രശ്നമാണ് നമുക്ക് സഭയിലുള്ളത്. അതായത് ശരിക്കും അറിവുള്ളവരും ആ അറിവനുസരിച്ച് പെരുമാറാൻ കഴിയുന്നവരുമായിട്ടുള്ളവര് വളരെ ചുരുക്കമാണ്. അവരുടെ വോയിസും വളരെ ചുരുക്കമാണ്. അതാണ് ഈ സഭയിൽ സംഭവിക്കുന്നത്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ധാർമ്മിക ജീവിതം, അനുസരണം എന്ന ആ ധാർമ്മികത, അത് ബലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ദൈവം വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് സാവൂളിന്റെ കേസ്. കാരണം എന്താണ്? അനുസരണം എന്ന ധാർമ്മികത അത് ബലിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ ബലി കപടനാട്യമാണ്. വിമതരുടെ ബലി കപടനാട്യമാണ്. അതിന് ആരംഗീകരിച്ചു കൊടുത്താലും, ഏത് മെത്രാനാണെങ്കിലും അംഗീകരിച്ചു കൊടുത്താൽ അത് കപടനാട്യമാണ്. കപടനാട്യത്തിന് ഒരു നിയമത്തിന്റെയോ സർക്കുലറിന്റെയോ സമവായത്തിന്റെയോ അത് സമാധാനത്തിനും ഐക്യതയ്ക്കും വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്കുകളിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. അത് ചോക്ലേറ്റ് പൊതിഞ്ഞ വിഷമാണത്. അതുകൊണ്ടാണ് ഈ രാജ്യത്വം സാവോളിന് എടുത്തു മാറ്റിയത്. നമുക്ക് നമ്മുടെ സഭയില് പലരെയും രാജിവെപ്പിച്ചതിന്റെയും കാരണങ്ങളൊക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. സാവോളിനോട് ചെയ്തതുപോലെയാണ് കർത്താവ് നമ്മുടെ ചില മെത്രാന്മാരോടും ചെയ്തിരിക്കുന്നത്. എന്നിട്ടും മറ്റു മെത്രാന്മാരൊന്നും പാഠം പഠിച്ചിട്ടില്ല. അവർക്ക് ഇനി അടുത്ത പാഠം ദൈവത്തിൽ നിന്ന് വരും. അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് ദൈവം വീക്ഷിക്കുന്നത്. അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് ദൈവം വീക്ഷിക്കുന്നത്. ദൈവഹിതത്തിന് വിധേയമാകാതെ ബലിയർപ്പണത്തിൽ മനസ്സിരുത്തുന്നത് ശൂന്യവും മിഥ്യയുമായ ആരാധനയാണ്. യെശയ്യായുടെ പുസ്തകം പ്രവചനത്തില് 1:12-17, ഹോശേയ പ്രവാചകൻ 6:6 ഇവിടെയൊക്കെ ഇത് കാണാം. അപ്പോ അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് കർത്താവ് കാണുന്നത്. വട്ടോളി താങ്കളുടെയും വിമത വൈദികരുടെയും മുന്നിട്ടിക്കലും അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് കർത്താവ് കാണുന്നത്. അതുകൊണ്ട് അത് ദൈവത്തിന് പ്രസാദിച്ചതല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് സാവോളിനെ തിരസ്കരിച്ചിരിക്കുകയാണ്. സാവോളിന് രാജ്യത്വം എടുത്തു മാറ്റുകയാണ്. മുമ്പ് സാവോളിന് കുടുംബഭാഷ എടുത്തു മാറ്റിയിരുന്നു 13-ാമത്തെ അധ്യായത്തില്. ഇപ്പോൾ രാജാവായി തുടരാനുള്ള അവകാശവും എടുത്തു കളയുന്നു. വട്ടോളിയിൽ നിന്ന് ഈ പൗരോഹിത്യം എടുത്തു മാറ്റിയതുപോലെ. പൗരോഹിത്യമാണെന്ന് വിചാരിക്കുക, എന്തിനാ രാജിവെച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാവോള് ഷെമൂവേലിനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചു, യാഹ്വയുടെ കൽപ്പനയും അങ്ങയുടെ വാക്കും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു പോയി. ഞാൻ ജനത്തെ ഭയപ്പെട്ട്, നേതൃത്വത്തിന്റെ പരാജയമാണ് സാവൂള് പറയണേ. ഞാൻ ജനത്തെ ഭയപ്പെട്ടു. ഈ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ജനത്തെ, മുന്നേറ്റക്കാരെ ഭയപ്പെട്ടിട്ടാണ് ഈ സമവായത്തിന് തയ്യാറായിരിക്കുന്നത്. അത് നേതൃത്വത്തിന്റെ പരാജയമാണ്. ദൈവത്തിന്റെ നിയമത്തോട് കൂറ് പുലർത്താൻ ജനത്തെ പ്രേരിപ്പിക്കാതെ പൊതുജനത്തിന്റെ പ്രീതി സമ്പാദിക്കാനായി ആദർശങ്ങൾ ബലി കഴിക്കുന്നവൻ നല്ല നേതാവല്ല. സാവോള് നല്ല നേതാവല്ല. ദൈവത്തിന്റെ നിയമത്തോട് കൂറ് പുലർത്താൻ ജനത്തെ പ്രേരിപ്പിക്കുന്നതിന് പകരം പൊതുജനത്തിന്റെ പ്രീതി സമ്പാദിക്കാനായി ആദർശങ്ങൾ ബലി കഴിക്കുന്നത് നല്ല നേതാക്കന്മാരുടെ ലക്ഷണമല്ല. ഇപ്പോഴത്തെ നമ്മുടെ സഭാ നേതൃത്വം നല്ല നേതൃത്വമല്ല. ഷെമൂവേൽ പ്രവാചകൻ സാവോളിന് കൂടെ പോകാതെ തിരിഞ്ഞപ്പോ സാവോള് അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു. അത് കീറിപ്പോയി. ഈ നിലയങ്കിയുടെ വിളുമ്പില് സ്പർശിക്കാന്ന് പറഞ്ഞാൽ ഒരു തരം പ്രാർത്ഥനയാണ്. ഇപ്പൊ നമ്മള് സിമിത്തേരിലേക്ക് ഓഫീസിന് പോയിട്ട് വരുമ്പോൾ ഊറാല ഇല്ലേ സ്പർശിക്കും, അതൊരു പ്രാർത്ഥനയാണ്. തിരുശേഷിപ്പ് സ്പർശിക്കും, അതൊരു പ്രാർത്ഥനയാണ്. ഈ ഏലീഷ പ്രവാചകന്റെ
ശവകൂടീരത്തിൽ ഒരാൾ വീണപ്പോൾ അവൻ മരിച്ചാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണ് തിരിച്ചടിപ്പുകളെ കുറിച്ച് പറയുന്നത് എലീശ പ്രവാചകന്റെ പഴയ നിയമത്തില്. അപ്പോ ഈ പ്രവാചകന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. സാവോള് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കിയത്, അത് സ്പർശിക്കാൻ പോയത്. പക്ഷേ ശമൂവേൽ പ്രവാചകൻ നീങ്ങിയതുകൊണ്ട് ഈ പിടിച്ചു വലിച്ച് അത് കീറിപ്പോയി. പ്രാർത്ഥന തന്നെ പിളർന്നു പോയി എന്നർത്ഥം. ഒരു പ്രവാചകന്റെ നിലയങ്കിയിൽ സ്പർശിക്കുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥിക്കുന്നതിന് പകരം അത് പിടിച്ചു വലിച്ച് അത് കീറിപ്പോയി എന്ന് വെച്ചാൽ അവന്റെ പ്രാർത്ഥന പോലും പാളിപ്പോയി. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളൊരു അവസ്ഥ പോലും അവർക്കില്ല. ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ വട്ടോളിക്കും വിമതർക്കൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അവരുടെ ഈ തിരുവസ്ത്രം കീറിപ്പോകുകയാണ്. തിരുവസ്ത്രം അവർ പിടിച്ചു വലിക്കുമ്പോൾ അത് കീറിപ്പോകുകയാണ്, പ്രാർത്ഥനയാകുകയല്ല. എന്നിട്ട് ഇങ്ങോട്ട് പറയാണ്, അനുസരണമല്ല ചോദ്യം ചെയ്യലാണ് യേശു തന്റെ ജീവിതത്തിൽ നിന്നും കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. അതെവിടെ നിന്ന് കിട്ടി ഈ വട്ടോളിക്ക് ഈ സന്ദേശം? എവിടെയാണ് യേശു എന്താണ് ഇത്ര ചോദ്യം ചെയ്തിരിക്കുന്നത്? സുവിശേഷങ്ങളില് ഫരിസയരുടെ കപടനാട്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടുണ്ട്. ദേവാലയത്തെ കച്ചവടത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ഉണ്ടാകാം. തെറ്റായ വചനവ്യാഖ്യാനത്തെ കർത്താവ് ചോദ്യം ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനം 110 വ്യാഖ്യാനം ദാവീദിന്റെ പുത്രനാണ്, എന്താ കർത്താവ് എന്നല്ലേ പറയേണ്ടത് എന്നുള്ള വ്യാഖ്യാനം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ കോൺട്രവേഴ്സി കർത്താവ് തന്നെ ആരംഭിച്ചത്. മറ്റു പലതും കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കർത്താവിന് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന് മറുപടികളും പറഞ്ഞു. അവന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു എന്നാണ്. പിന്നെ സാബത്ത് ലംഘിച്ചു എന്നാണ് പിന്നെ പറയണത്. മുണ്ടാടൻ പറഞ്ഞിരുന്നത് കർത്താവ് സാബത്ത് ലംഘിച്ചു. കർത്താവ് സാബത്ത് ലംഘിച്ചോ? കർത്താവ് സാബത്ത് ലംഘിച്ചുവെന്ന് കർത്താവിന് ശത്രുക്കളല്ലേ പറഞ്ഞത്? കർത്താവ് സാബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ചെയ്തത്? പിന്നെ സാബത്തിന്റെ കർത്താവാണ്, അതായത് പടച്ചവനാണ് ഞാൻ, അതിനാൽ ഈ ശനിയാഴ്ചത്തെ സാബത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റേണ്ടതാണ് എന്ന വ്യാഖ്യാനം അത് ഉത്ഥാനത്തോട് സംഭവിക്കുന്നതിന് പ്രാരംഭമായിട്ട് തന്റെ ജീവിതകാലത്ത് പറയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കല്ലേ ചെയ്തത്? കർത്താവ് സാബത്ത് വല്ലതും ലംഘിച്ചിട്ടുണ്ടോ? സാബത്ത് ലംഘിച്ചുവെന്ന് ശത്രുക്കളാണ് പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ കർത്താവിന്റെ ഏറ്റവും വലിയ സന്ദേശം ഈ ചോദ്യം ചെയ്യലാണോ? ആണോ? ഈ 15-ാം അധ്യായത്തില് 1 ശമൂവേൽ 15-ാം അധ്യായത്തില് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അനുസരണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കുന്നത്. അതിന് മറ്റു ചില വചനങ്ങളുണ്ട്, മറ്റു ചില സംഭവങ്ങളുണ്ട്. കർത്താവിന്റെ വചനം മാത്രമല്ല, സംഭവങ്ങൾ. ലൂക്ക 2:51 പിന്നെ ഈശോ അവരോടുകൂടെ മറിയത്തോടും യോസഫിനോടും കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. വിധേയനായിട്ട് അനുസരണമുള്ളവനായി ജീവിച്ചു. ദൈവാണ് പറയണേ. പുത്രൻ തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിൽ ഇറങ്ങി അപ്പന്റെ അമ്മയുടെ കൂടെ പോയി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. എത്ര കൊല്ലം? ഇത് 12-ാമത്തെ വയസ്സിലത്തെയാണ് കാര്യം പറയണേ. 30 വയസ്സ് വരെ 18 കൊല്ലം. ഈ 12-ാമത്തെ വയസ്സിന് മുമ്പും വിധേയനായിട്ട് ജീവിച്ചിരിക്കുന്നത്. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം നിധിയായിട്ട് സൂക്ഷിച്ചു. ഈ മകൻ തന്നെ അനുസരിച്ച് ജീവിക്കുന്നത് അമ്മ നിധിയായിട്ട് സൂക്ഷിച്ചു. കാരണം ദൈവം തമ്പുരാനാണത്. ആ ദൈവം തമ്പുരാനായ മനുഷ്യനാണ് ഈ മറിയത്തെ അനുസരിക്കുന്നത്, ജോസഫിനെ അനുസരിക്കുന്നത്, വിധേയപ്പെട്ട് ജീവിക്കുന്നത്. ചെറിയ സംഗതിയാണോ അത്? ഫിലിപ്പിയ ലേഖനം 2:6-8 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെ അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുതലെടുക്കണമെന്ന് വിചാരിക്കാതെ അടിമയുടെ രൂപമെടുത്ത് മനുഷ്യ സാരൂപ്യത്തിലായി തന്നെ തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനായി വിളങ്ങി തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുതലെടുക്കണമെന്ന് വിചാരിക്കാതെ അടിമയുടെ രൂപമെടുത്ത് മനുഷ്യ സാരൂപ്യത്തിലായി തന്നെ തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനായി വിളങ്ങി തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ കുരിശിലെ ബലി, അതാണ് അനുസരണം എന്ന ബലി. അലംഘനീയമായ അനുസരണം എന്ന ബലി, മനുഷ്യന്റെ അനുസരണം. ദൈവം മനുഷ്യനായത് അതിനു വേണ്ടിയിട്ടാ. ഈ അലംഘനീയമായ, ലംഘിക്കാൻ പറ്റാത്ത അനുസരണം ദൈവത്തിന് കൊടുക്കാൻ. ദൈവത്തിന് ചേർന്ന ബലി എന്താണ്? മൃഗബലികളല്ല. പിന്നെന്താണ്? അനുസരണമാണ്. മനുഷ്യൻ ബുദ്ധിയുള്ള ജീവിയാണല്ലോ. ആ ബുദ്ധിയുള്ള ജീവി ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല ബലി എന്താണ്? അനുസരണം. എന്നാൽ അലംഘനീയമായ അനുസരണം കൊടുക്കാൻ നമുക്ക് കഴിയോ? മനുഷ്യർക്ക് ആർക്കെങ്കിലും കഴിയോ? ഇല്ല. നമ്മുടെ അനുസരണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞു പോവല്ലേ. അപ്പോൾ അലംഘനീയമായ അനുസരണം, ഹൃദയത്തിൽ എഴുതപ്പെട്ട അനുസരണം,
ഒരിക്കലും മാച്ചു കളയാൻ പറ്റാത്ത ആ ഉടമ്പടി അത് മനുഷ്യർക്കാർക്കും കൊടുക്കാൻ പറ്റാത്തതിനാൽ ദൈവം തന്നെ മനുഷ്യനായി. എന്നിട്ട് ദൈവത്തിന് മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് അലംഘനീയമായ അനുസരണം കൊടുത്തു. ആ അലംഘനീയമായ അനുസരണം മരണത്തോളമുള്ള അനുസരണമാണ്. അതിനെയാണ് ബലി എന്ന് പറഞ്ഞത്. അനുസരണമാണ് ബലി. അനുസരണമാണ് ബലി. അവൻ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ കുരിശിലെ ബലി എന്ന് പറഞ്ഞ അനുസരണത്തിലേക്ക് നമ്മളെ തന്നെ എടുത്തു വെക്കുന്ന മണിക്കൂറാണ് വിശുദ്ധ കുർബാന. അതിന് നമ്മൾ അനുവദിക്കണം. അത് ചെറിയൊരു അനുസരണ. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ പള്ളി പോണ്ടേ? അങ്ങനെ അത് അനുസരിച്ചാലല്ലേ നമ്മെ അവന്റെ മണിക്കൂറിലേക്ക് എടുത്തു വെക്കാൻ കർത്താവിന് പറ്റൂ. അങ്ങനെ ചെല്ലുമ്പോൾ ഇല്ലേ, യോഗ്യതയുടെ ഭക്ഷണം ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുമ്പസാരിക്കേണ്ടി വരാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുസരണങ്ങൾ, ഇങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു അനുസരണങ്ങൾ കർത്താവിലേക്ക് എടുത്തു വെച്ച് കർത്താവ് അത് തന്റെ അലംഘനീയമായ അനുസരണമായിട്ട് പിതാവിന് കൊടുക്കുന്നു. ഈ അനുസരണത്തെയാണ് ശരിയായ ബലിയായിട്ട് ബൈബിൾ കാണുന്നത്. വട്ടോളി, വിമതരെ, മുന്നേറ്റക്കാരെ, ഇത് നിങ്ങളൊന്ന് കേൾക്കണം. മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞു എന്ന പേരിൽ നിങ്ങൾ കേൾക്കാതിരിക്കരുത്. ഇതൊന്ന് കേൾക്കൂ. ഇതല്ലേ സത്യമെന്ന് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞ വ്യാഖ്യാനം നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ വ്യാഖ്യാനം ശരിയല്ലെന്ന് നോക്കൂ. ഇതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഹെബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെ. അതുപോലെ തന്നെ ക്രിസ്തുവും മഹാപുരോഹിതനാകാൻ വേണ്ടി സ്വയം മഹത്വം എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതാണ്. അതുപോലെ അവിടുന്ന് മറ്റൊരിടത്ത് പറയുന്നു, നീ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ്. സങ്കീർത്തനം 114. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷകളും യാചനകളും അഭയയാചനകളും സമർപ്പിക്കുകയും അവന്റെ ഭയഭക്തി നിമിത്തം അവൻ കേൾക്കപ്പെടുകയും ചെയ്തു. പുത്രനായിരുന്നിട്ടും, വട്ടോളി, പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഒന്നുകൂടി കേൾക്കണേ. അതെ, 8-9 വാക്യങ്ങള്. ഹെബ്രായ ലേഖനം 5-8-9. പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി, പരിപൂർണനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവൻ അനുസരണം പഠിക്കുകയായിരുന്നു കഷ്ടങ്ങളിലൂടെ, സഹനത്തിലൂടെ. അനുസരണം സഹനമാണ്. ഈ സഹനത്തിന് തയ്യാറല്ല വട്ടോളിയും വിമതരും. അതുകൊണ്ടാണ് ധിക്കരിച്ച് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കണേ. ചോദ്യം ചെയ്യലായിരുന്നില്ല കർത്താവിന്റെ ഏറ്റവും മുഖ്യമായ അജണ്ട. ഞാൻ കുരിശഭരണത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് പറയണേ. അതിൽ മരിക്കാൻ വേണ്ടിയല്ല അവൻ വന്നത്, ചോദ്യം ചെയ്യാൻ വേണ്ടിയാ വന്നത്. ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ബലിയിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയാണ് ചോദ്യം ചെയ്യലായിരുന്നു. അത് അനുസരിക്കാൻ വേണ്ടി. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തില് തൽഫലമായി ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും വഴിപാടുകളും അങ്ങ് ആഗ്രഹിച്ചില്ല, എന്നാൽ ഒരു ശരീരം അങ്ങ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും അങ്ങ് പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ന്യായപ്രമാണപ്രകാരം അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും അങ്ങ് ആഗ്രഹിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിക്കാനായി ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ദൈവത്തിന്റെ ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കൽ അർപ്പിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അങ്ങ് ആഗ്രഹിച്ചില്ല. അങ്ങ് ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നതാണ് പഴയ നിയമത്തിൽ കർത്താവ് കോട്ട് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ നിന്നാണ്. സങ്കീർത്തനം 46-6 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഹോമയാഗവും ഭോജനയാഗവും അങ്ങ് ആഗ്രഹിച്ചില്ല, അങ്ങ് ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നതാണ്. ചെവികൾ തുളച്ചിരിക്കുന്നു. അതിന് ആ ചെവികൾ എന്ന വാക്ക് കർത്താവ് മാറ്റി. ചെവികൾ തുളച്ചെന്ന് മാറ്റിയിട്ട് കർത്താവ് കോട്ട് ചെയ്തപ്പോൾ ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. എന്തിനാണ് ചെവികള്? നമ്മള് സെമിനാരിൽ പോകുമ്പോൾ എന്റെ അപ്പനമ്മയ്ക്ക് എന്താ പറഞ്ഞെന്ന് അറിയാമോ? കണ്ടും കേട്ടും നടന്നോളോ. കണ്ടും കേട്ടും ശരിയായി കേൾക്കുന്നതാണ് അനുസരണം. കണ്ടും കേട്ടും നടന്നോളെന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വെ അനുസരിച്ച് പെരുമാറിക്കൊള്ളുന്നതാണ്. അപ്പോൾ കണ്ടും കേൾക്കുന്നതാണ്. കേൾക്കെന്ന് പറഞ്ഞാൽ ശരിക്ക് കേൾക്കെന്ന് പറഞ്ഞാൽ അനുസരിക്കെന്നർത്ഥം. അപ്പോൾ ചെവികൾ തുളച്ചിരിക്കുന്നു പറഞ്ഞാൽ കേട്ട് അനുസരിച്ച് നടക്കാൻ. എവിടത്തോളം? ശരീരം ഹോമിക്കുന്നത് വരെ.
അതുകൊണ്ടാണ് കർത്താവ് അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നെന്ന് പറയുന്നത്. അങ്ങ് എനിക്കൊരു എനിക്ക് തുറന്ന ചെവികൾ തന്നിരിക്കുന്നു എന്നാണ് സെപ്തജിന്തില്, ഹെബ്രായ പാഠത്തിലാണ് അങ്ങ് എനിക്ക് ചെവികൾ തുളച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ആ വചനം സങ്കീർത്തനം 40:6 വാക്യം മുതലുള്ളത് അത് കോട്ട് ചെയ്യുമ്പോൾ, കർത്താവ് കോട്ട് ചെയ്യുമ്പോൾ ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നതിന് പകരം അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെ. പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന പ്രക്രിയയിൽ പിതാവായ ദൈവത്തെ കേട്ട് അനുസരിക്കുന്ന പ്രക്രിയയിൽ അവനവന്റെ ശരീരം ഹോമിക്കണം കുരിശില്. ഇതാണ് കുരിശുമരണം വരെയുള്ള അനുസരണം എന്ന് പൗലോസ് എഴുതിയത്. ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങൊരു ശരീരം സജ്ജമാക്കി, അതിനാൽ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ഇഷ്ടം ചെയ്യുക, അനുസരിക്കുക. എളുപ്പമായിരുന്നില്ലത്. അതുകൊണ്ട് നമ്മൾ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകുകയാണ്. അവിടെ പുത്രൻ പറയാണ്, ഗെത്സമനിയില് പുത്രൻ പറയാണ്, അബ്ബാ പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നീക്കണമേ, എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. പുത്രൻ മരണത്തെ മുഖത്തോട് മുഖം കാണുകയാണ്. അവനിൽ മനുഷ്യന്റേതായ എല്ലാ ധിക്കാരങ്ങളും ഈ കലഹങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ പിതാവിന്റെ ബലിത്തറയിൽ കൊണ്ടുവന്ന് പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തുകയാണ്. അതാണ് ഗെത്സമനിൽ സംഭവിച്ചത്. ആ ഗെത്സമനിൽ സംഭവിക്കുന്നത് പിറ്റേ ദിവസം കുരിശില് ശരീരത്തിൽ സംഭവിക്കുകയാണ്. മനസ്സുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുകയാണ് ഗെത്സമനിയില്. അത് ശരീരത്തിൽ അനുസരിക്കുകയാണ് കുരിശില്. അപ്പൊ കുരിശ് മുൻകൂട്ടി കാണുകയാണ് ഗെത്സമനിയില്. അതുകൊണ്ട് അവൻ രക്തം വിയർത്തൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. പിതാവിന്റെ ഹിതം അനുസരിക്കുന്നതാണ് പുത്രൻ ചെയ്ത കാര്യം, പുത്രന്റെ ബലി. ഇതിനേക്കാൾ വലിയൊരു പ്രബോധനം കർത്താവ് നൽകിയിട്ടുണ്ടോ? ഈ കുരിശ് എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലാതെ മരണം, അനുസരണം എന്ന മരണം എന്താണെന്ന് വെളിപ്പെടുത്താനുള്ള സംഗതി അല്ലാതെ മറ്റെന്ത് കാര്യമാണ് വട്ടോളി പഠിപ്പിച്ചിരിക്കുന്നത്? ചോദ്യം ചെയ്യണമെന്ന്. വട്ടോളിയുടെ ഇടവക്കാര് വട്ടോളി ചെയ്യുന്നതെല്ലാം ചോദ്യം ചെയ്തിരുന്നെങ്കിലോ? ചോദ്യങ്ങൾ ഉന്നയിക്കാം. ചോദ്യം ചെയ്യണം. എപ്പോഴാണെന്ന് അറിയാമോ? തെറ്റ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഞാൻ വട്ടോളിയെ ചോദ്യം ചെയ്യാണ്. നമ്മുടെ മെത്രാന്മാരും ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം അവർ തെറ്റ് ചെയ്യുന്നു, കർത്താവിന്റെ ഹിതമനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്ന് തോന്നുമ്പോഴാണ്. മാർപ്പാപ്പയുടെ അനുസരിക്കുന്ന തരത്തിലല്ല, ജനത്തിന്റെ ഈ ഹിതത്തിന് വിട്ടുകൊടുക്കുന്നതല്ല. ജനത്തിന്റെ ഹിതമൊക്കെ അറിയണം, പക്ഷേ അവരെ ദൈവത്തിങ്കിലേക്ക് ഈ മുന്നേറ്റക്കാരുടെ ഹിതം അനുസരിച്ചിട്ട് അവരുടെ ചാഞ്ഞു കൊടുക്കുന്നതല്ല നേതൃത്വം, അതല്ല സമാധാനം, അതല്ല ഐക്യത. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നു. എങ്കിലും അത് ധിക്കരിക്കാൻ വേണ്ടിയല്ല, ഒരിക്കലും ധിക്കരിക്കാൻ വേണ്ടിയല്ല. ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറിച്ച് വട്ടോളി ചെയ്യുന്നതോ ധിക്കരിക്കല്ലേ? നിങ്ങൾ ഈ മെത്രാൻ സിനഡിനെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലോ? നിങ്ങൾ എന്ത് ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്നു? അനുസരിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ അതുകൊണ്ട് പറയുകയാണ്, സാവൂളിന്റെ കാര്യം സന്ദർഭം അടർത്തിയെടുത്ത് പറയുന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിക്കുകയും ഇഷ്ടമില്ലാത്ത ധിക്കരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിന്റെ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബലി ദൈവത്തിന് സ്വീകാര്യമല്ല. നമ്മളെല്ലാവരും പാപികളാണ്, നിങ്ങളും ഞാനും ഒക്കെ പാപികളാണ്. അത് നമുക്ക് മനസ്സിലാകും ദൈവത്തിന്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും താല്പര്യമുള്ള കാര്യം ജനത്തോണ്ട് നിർബന്ധിച്ചനുസരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ധിക്കരിക്കും. അത് നിങ്ങളുടെ താല്പര്യം, സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് യോജിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഈ ദൈവം മനുഷ്യനായി വന്ന് അനുസരണം മരണത്തോളം അനുസരിച്ചു. ആ ഒരൊറ്റ കാര്യമാണ് ഏക ബലി. അതാണ് സഭയുടെ നിലനിൽപ്പിന്റെ അടിത്തറ തന്നെ. ഈ ബലി ഇല്ലെങ്കിൽ സഭയില്ല, മറ്റൊരു സാമൂഹിക സംഘടനയായിട്ട് മാറും. ആ ബലിയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് യാതൊന്നുമില്ല കത്തോലിക്ക സഭയിൽ, ക്രിസ്തു ധർമ്മത്തിനില്ല. സഭയിൽ നിന്ന് വിട്ടുപോയവരൊക്കെ തിരിച്ചു വരേണ്ടതും ഇതുകൊണ്ട് തന്നെയാണ്. അതിനാൽ വട്ടോളി പറഞ്ഞ വ്യാഖ്യാനം ഒരു ചെറിയൊരു ഭാഗം ശരിയുണ്ടെങ്കിലും മഹാഭൂരിപക്ഷവും തെറ്റാണ്. തെറ്റെന്ന് വെച്ചാല് മഹാ അപരാധമാണ്. ആ തെറ്റ് തിരുത്തണം, എന്നിട്ട് അനുസരിക്കണം. ഈ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും പറയുന്നത് അനുസരിക്കാൻ പോകുന്ന സഭാ നേതൃത്വവും തെറ്റിൽ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരും തിരുത്തണം എന്ന് വിചാരിക്കുന്നു.
സമയം കൊടുത്ത് ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്തൊരു നേതൃത്വം വന്നിട്ട് ഇവിടെ നടപ്പാക്കട്ടെ എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നേതൃത്വത്തിന് ചേർന്നതല്ല. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, സത്യവിശ്വാസത്തിൽ വിചാരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ദൈവത്തിന്റെ കോടതിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ ഈ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ, സത്യവിശ്വാസികൾ ഇതുപോലെ കഷ്ടപ്പെടുത്തിയാൽ, അവരുടെ നിലവിളികൾ നിങ്ങൾക്കെതിരെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഉണ്ടാകും. നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ നിലവിളികൾ കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് ഇപ്പോ ഈ ജനത്തെ, അതായത് മറുതലിച്ച് നിൽക്കുന്ന ജനത്തെ, മർക്കടമുഷ്ടിക്കാരായ ജനത്തെ അവരിലേക്ക് ചാഞ്ഞിരിക്കാതെ അവരെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് സഭാ നേതൃത്വം ചെയ്യേണ്ടത്. അത് ഈ വട്ടോളിയുടെ ഈ രാജിക്കത്തും ഞാൻ നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ ശരിക്കും അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇത് നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. ഇത് പഠിച്ചിട്ട് ഉത്തരം കൊടുത്ത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് ഒരു തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മുടെ സഭയുടെ വിജയം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രചോദനം കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.